പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കാണിക്കാനുണ്ടാവും. കണ്ടന്റ് മാർക്കറ്റിംഗ് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഒരു ബിഗിനറിന് അവർക്ക് നല്ലൊരു ഹൈലി പേയിങ് ഫ്രീലാൻസ്, ഞാൻ ഇപ്പം പറയുന്ന ഒരു 6 figures അറ്റ്ലീസ്റ്റ് ഒരു 1 lakh per month ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീലാൻസറോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹൈലി പേയിങ് ആയിട്ടുള്ളൊരു ഏജൻസി ഓണറോ ആവാം. ലെതറിൻ്റെ കുറേ ബാലൻസ് ഒക്കെ എടുത്ത് പിന്നെ അവരുടെ പ്രൊഡക്റ്റ് അവരുടെ സൈറ്റ് വഴി സെല് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു. ഓഫ്ലൈൻ ആയിട്ടുള്ള മാർക്കറ്റിംഗ് വെച്ചിട്ടൊന്നും നമുക്ക് ഓൺലൈനിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോറിന് ഓൺലൈനായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യണം. ചെയ്ത് പഠിച്ചാലേ ഇത് വർക്കൗട്ട് ആവും. അപ്പോൾ നമ്മളൊക്കെ ഇത് സ്വയം നമ്മൾ ചെയ്ത് പഠിച്ചാൽ അവിടെ നിന്നാണ് സ്റ്റാർട്ട് പെയ്ഡ് ആഡ്സിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോക്കസ് ചെയ്യുന്ന ഈ ഷോപ്പിഫൈ ഡെവലപ്മെന്റ് ആണ്, ഷോപ്പിഫൈ പ്ലസ് പ്രത്യേകിച്ച്. അപ്പോൾ ഇതിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും ബിസിനസ് ഓക്കെ അല്ല, മീൻസ് എല്ലാവർക്കും അത് പ്രാക്ടിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ കോമേഴ്സ് ബിസിനസ്. ഹായ് എവരിവൺ, നമ്മളിന്നൊരു നമ്മുടെ ചാനലൊരു പോഡ്കാസ്റ്റിലോട്ട് പോവുകയാണ്. ആക്ച്വലി ഏകദേശം ഒരു വർഷം മുമ്പ് എൻ്റെ ചാനലിൽ വേറെ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോഡ്കാസ്റ്റ് സീരീസ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ചില കാരണങ്ങളുണ്ട് പിന്നെ അങ്ങോട്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. VM അജു കൃഷ്ണ ഷോ എന്ന പേരിൽ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മളുടെ പോഡ്കാസ്റ്റിൽ ഈ ഒരു ഗസ്റ്റുണ്ട്. ആൾ ഒരു പെർഫോമൻസ് മാർക്കറ്ററാണ്, ഒരു ഷോപ്പിഫൈ ഡെവലപ്പറാണ്. ഷോപ്പിഫൈ പ്ലസിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ് ലെവലിലുള്ള ഒരു ഡെവലപ്പറാണ്. അപ്പോൾ ആളുടെ പേര് അഫ്സൽ എന്നാണ്. ഹായ് അഫ്സൽ, താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ അഫ്സൽ, പെർഫോമൻസ് മാർക്കറ്റിംഗ് മെയിൻലി അഫ്സൽ ഇപ്പോൾ ഈ ഷോപ്പിഫൈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏരിയയിലല്ലേ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അഫ്സലിൻ്റെ ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് എങ്ങനെയാണ്? ഓക്കെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് അജു എനിക്കൊരു ഇതായിരുന്നു. അജുവിനെ എങ്ങനെ യൂട്യൂബിൽ കണ്ട് എന്താ പറയാ കുറച്ച് സെലിബ്രിറ്റി ഇത് ഫേസ് ഉള്ള ഒരാളായിരുന്നു എനിക്ക്. ഫസ്റ്റ് പോഡ്കാസ്റ്റ് വിളിച്ചപ്പോൾ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അപ്പം കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കൂടുതൽ അജുവിനെ കുറിച്ചായിരിക്കും അറിയേണ്ടി വരിക. ഒരു ഡിസ്കഷനായിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഇത് പിന്നെ ഇന്നത്തെ നമ്മളെ ടോപ്പിക്കിനൊരു പോയിന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം, എങ്ങനെ ഒരു ബിഗിനറിന് ഒരു എസ്പെഷ്യലി ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഒരുപാട് അവയർനെസ് കയറി വരുന്ന സമയമാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് ഇറങ്ങുന്ന ഒരു ബിഗിനറിന് എങ്ങനെ ഒരു ഹൈലി പേയിങ് ജോബ് അല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി ഇപ്പോൾ നമ്മളൊക്കെ എത്തിയ ഫീൽഡ് എന്താണ്, നമ്മളൊരു ഫ്രീലാൻസ് ജേണിയിൽ നിന്ന് ഒരു ഏജൻസിയിലോട്ടൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ അതേ ഒരു ലൈഫാണ് നമ്മളിന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇൻ്റർവ്യൂ പോലെയല്ല. ആക്ച്വലി നമ്മളിപ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ ജേണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഒരു ബിഗിനറിന് വന്നിട്ട് അത് അവർക്ക് എക്സാക്ട്ലി ഒരു ഫ്രീലാൻസ്, നല്ലൊരു ഹൈലി പേയിങ് ഫ്രീലാൻസ്, ഞാൻ ഇപ്പം പറയുന്ന ഒരു 6 figures അറ്റ്ലീസ്റ്റ് ഒരു 1 lakh per month ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീലാൻസറോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹൈലി പേയിങ് ആയിട്ടുള്ളൊരു ഏജൻസി ഓണറോ ആവാം. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിവിടെ അവർ പറയുന്നത്. അത് പ്രാക്ടിക്കലി എങ്ങനെ നമുക്ക് എത്താം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അഫ്സൽ എങ്ങനെയാണ് ഈ ഒരു ജേണിയിലോട്ട് കയറിയത്? ബേസിക്കലി ഞാൻ ഡിസൈനറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസൈനിങ് ആയിരുന്നു എൻ്റെ ഇഷ്ടമുള്ള ഒരു ഫീൽഡ്. എഞ്ചിനീയറിംഗ് ആയിരുന്നു ചെയ്തത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ഫീൽഡ് അല്ലായിരുന്നു ഇൻട്രസ്റ്റ്. സംതിങ് ഒരു ബിസിനസ് ചെയ്യണമെന്നായിരുന്നു. മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു ഇഷ്ടം. അങ്ങനെ ആദ്യം ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ പിന്നെ എന്താ പറയുക 1-2 എന്ന് വെച്ചാൽ നമുക്ക് ആപ്റ്റ് അല്ലാത്ത കുറച്ച് ജോലികൾ ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അതിനുശേഷം ഞാൻ റാൻഡംലി മാർക്കറ്റിങ്ങിലേക്ക് മാറി. അന്നേരം പിന്നെ ഫസ്റ്റ് വരുന്നത് 2013 2013 എനിക്ക് തോന്നില്ല ആ ടൈമിൽ വേറെ ഇ-കൊമേഴ്സ് ഒരുപാട് ഉണ്ടോന്ന്. കാരണം മിന്ത്ര ഒക്കെ ഉണ്ടായിരുന്നു, ജബോങ്, മിന്ത്ര അങ്ങനെയുള്ള ഇതുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ നിന്ന് അന്നൊരു പിന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഒന്നും ഇല്ലായിരുന്നു. ആദ്യം വന്നൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകും, ബാരി ലൈൻ എന്ന് പറഞ്ഞിട്ട്. അത് സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടല്ലോ വന്നതാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു എൻ്റെ ഫൗണ്ടർ. അതൊരു 1 man ടീമായിട്ട് 2 പേരെ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആദ്യം ഞാൻ അവരുടെ ഇതിൽ കണ്ട് അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ഞാൻ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് ലെതറിൻ്റെ കുറേ വാലറ്റ്സ് ഒക്കെ എടുത്ത് പിന്നെ അവരുടെ പ്രൊഡക്റ്റ് അവരുടെ സൈറ്റ് വഴി സെല് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെന്നു. അങ്ങനെ അവിടെ ചെന്ന് സാധനമൊക്കെ കാണിച്ചപ്പം എൻ്റെ പ്രൊഡക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞു, അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവർക്ക് സൈറ്റ് അത്ര അപ്പായിട്ടില്ല. അപ്പോൾ അവരും മാർക്കറ്റ് പ്ലേസ് ആയിരുന്നു ഉദ്ദേശിച്ചത്.
അതായത് ഒരുപാട് സെല്ലേഴ്സിനെ കൊണ്ടുവന്നിട്ട് അതിലൂടെ സെല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവർക്ക് കുറേ കൂടെ സെല്ലേഴ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻട്രസ്റ്റിൽ എന്ത് ചെയ്ത് അവർക്ക് സെല്ലേഴ്സിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ കുറേ പേരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ ഞങ്ങളോട് മാർക്കറ്റിങ്ങിന് നിൽക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ സമയത്ത് എനിക്കന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള പേര് പോലും അറിയില്ല. അപ്പോൾ ആ സമയത്ത് അവരോട് കയറി കുറേ സെല്ലേഴ്സിന് എടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ലൈവ് ആക്കാൻ പറ്റിയിട്ടില്ല. അതങ്ങനെ പോയി. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് കുറേ കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഓഫ്ലൈനായിട്ടുള്ള മാർക്കറ്റിംഗ് വെച്ചിട്ടൊന്നും നമുക്ക് ഓൺലൈനിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ഒരു സ്റ്റോർ ഉണ്ടെങ്കിൽ സ്റ്റോറിന് ഓൺലൈനായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്യണം. ആ രീതിയിൽ നിന്ന് അങ്ങനെ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്റ്റും മിസ്സായി. അങ്ങനെ എല്ലാം പോയി. ഫ്ലിപ്കാർട്ടിലൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ നോക്കി. അന്ന് GST ഇല്ല, അന്ന് വേറെ എന്തോ ടിന്നോ അങ്ങനെ GST വന്നില്ല അതിന് മുമ്പുള്ള സമയം. അപ്പോൾ അന്ന് ഫ്ലിപ്കാർട്ടിൽ പുറത്തുനിന്നൊരു സെല്ലറിനെ തന്നെ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അവരുടെ സ്വന്തം പ്രൊഡക്റ്റ് സെല്ലറിന്റെ പേര് പറഞ്ഞു. ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഓൺ സെല്ലർ ഉണ്ടായിരുന്നു. എന്തൊരു WS മോസ്റ്റ്ലി അവർ തന്നെയായിരുന്നു ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരു സാധനം കൊണ്ടുവരുമ്പോൾ നമ്മൾ അത്രയും വലിയ ബ്രാൻഡ് ഒക്കെ ആയിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ചൈനയിൽ നിന്നുള്ള സാധനം എല്ലാം ഞാൻ പലർക്കായിട്ട് കൊടുത്ത് അതങ്ങനെ തീർത്ത്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒരു ബേസ് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് വേഡ് സ്മിത്ത് ഉണ്ടോ ഒരു സൈറ്റ് ഉണ്ട്, അതിലാണ് ഞാൻ ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. എപ്പോഴും വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യുമ്പോൾ അതിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് കുറേ ഇങ്ങനെ വായിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ബ്ലോഗിങ്ങും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ എവിടുന്നോ ഒരു വേർഡ് കിട്ടി, വേർഡ് പ്രസ്. അത് വെച്ചിട്ട് പിന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ബേസിക്കലി അവിടുന്ന് അതിനു മുമ്പ് തന്നെ എനിക്ക് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട്. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഡിസൈനിങ് ഒരു സൈഡിൽ നിന്ന് അത് നമ്മൾ എന്തായാലും സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ബ്രോഡ്ബാൻഡ് ഒക്കെ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ വേർഡ് പ്രസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. വേർഡ് പ്രസ് ബ്ലോഗിങ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ കുറേ ബ്ലോഗേഴ്സിനെ കണ്ട്, എസ്പെഷ്യലി അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ അഫിലിയേറ്റ് അത് എത്രത്തോളം അവർ ഏൺ ചെയ്യുന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഫുൾ അത് തന്നെയായിരുന്നു കണ്ടന്റ്. അങ്ങനെ ഞാനൊരു ബ്ലോഗ് തുടങ്ങി. ബ്ലോഗിന്റെ പേര് task19.com task19.com എന്നായിരുന്നു. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയൊരു ആദ്യം ഒരു ഡൊമൈൻ വാങ്ങി. അതെല്ലാം അന്നേരം ചെയ്തങ്ങ് പഠിക്കുക. ഡൊമൈൻ വാങ്ങുന്നു, ഒരു വേർഡ് പ്രസ് എടുക്കുന്നു, അല്ല ഒരു സെർവർ എടുക്കുന്നു, ആ സെർവറിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. സെർവർ എന്നൊക്കെ പറഞ്ഞാൽ 1 GB ഒരു സെർവറാണ്. ഷെയർഡിന്റെ ഒരു ചെറിയ സെർവർ എടുത്ത് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിക്കുന്നു. എന്നുവെച്ചാൽ ഒറ്റ ക്ലിക്കൊന്നുമില്ല. അത് പിന്നെ ഡേറ്റാബേസും ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിൽ ബ്ലോഗ് ഇടുന്നു. ആ ബ്ലോഗ് ഇട്ടിട്ട് ഗൂഗിൾ ആഡ്സെൻസ് ഇല്ലേ, അതിന് അപ്ലൈ ചെയ്യുന്നു. ആഡ്സെൻസ് അപ്ലൈ ചെയ്യുന്നത് അതിന് അപ്രൂവൽ കിട്ടുന്നതായിരുന്നു നമ്മുടെ ഒരു മൈൽ സ്റ്റോൺ. അതിന് അപ്രൂവൽ കിട്ടി. അവിടുന്ന് പിന്നെ വേർഡ് പ്രസ് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കി. അങ്ങനെ വേർഡ് പ്രസ് കുറേശ്ശെ പഠിച്ചു. അതിനകത്ത് നമുക്ക് ഈ ആമസോൺ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് റാങ്ക് ചെയ്തിട്ട് അതിന്റെ അഫിലിയേറ്റ്സ് ഒക്കെ വെക്കുക, അങ്ങനെയുള്ള ഒരു റവന്യൂ മോഡൽ. പക്ഷെ ഞാൻ അത്രയൊന്നും ആദ്യം പോയിട്ടില്ല. ഞാൻ ഈ അഫിലിയേറ്റ് ആഡ്സെൻസ് ആയിരുന്നു, ആഡ്സെൻസ് വഴി റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരോടാണ് ഇങ്ങനെ ചെയ്ത് പോകുന്നത്. ഞങ്ങൾ മുജീബ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. പുള്ളി ഇപ്പോഴും ഇതിനകത്ത് ആക്റ്റീവാണ്. ഹോംസ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട്. പുള്ളിക്ക് നല്ല ട്രാഫിക്. ഇപ്പോൾ പുള്ളി യൂട്യൂബിലേക്ക് മാറിയിട്ടുണ്ട്. അത്യാവശ്യം മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അതിൽ. എനിക്ക് തോന്നുന്നത് മിക്ക ഈ ഇന്ന് ഉള്ള ഫേമസ് ആയിട്ടുള്ള മീൻസ് എൻ്റെ ഒരു സർക്കിളിലൊക്കെ ഉള്ള ഒരു എസ്പെഷ്യലി ഈ ഓർഗാനിക് മാർക്കറ്റിംഗ് SEO ഇതിലൊക്കെ നിൽക്കുന്ന എക്സ്പെർട്സുകളെല്ലാം അവരുടെ സ്റ്റാർട്ടിങ്ങിനെ ആയിരുന്നു. ഈ ഒരു വേർഡ് പ്രസ് ചെയ്യുന്ന അവരൊരു വ്ളോഗ് തുടങ്ങി അവർ അതിനകത്ത് ട്രാഫിക് ബിൽഡ് ചെയ്ത് അങ്ങനെയാണ് അവർ പഠിച്ചത്. കാരണം ആ ടൈമിൽ അവരൊക്കെ പൈനീഴ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള നോളജ് അവരിലുണ്ട്. ആ ഒരു 10 years പ്ലസ് നോളജ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ്. വേർഡ് പ്രസ് ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അത് പഠിക്കാന്ന് വെച്ചാല് നമുക്ക് കോഡിങ് വേണ്ടല്ലോ. നമുക്കിങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിലൂടെ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പ്ലേസ് ചെയ്യാം, എന്നിട്ട് അതിന്റെ കളർ ചേഞ്ച് ചെയ്യാം. അതിങ്ങനെ നോക്കി നമ്മളിങ്ങനെ ദിവസം അത് തന്നെ പണി. വെബ്സൈറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുക, പുതിയ കണ്ടന്റ് ഇടുക. കണ്ടന്റ് മാർക്കറ്റ് അല്ലെ കണ്ടന്റ് റൈറ്റിംഗിന്റെ ബേസിക് ഒന്നും അറിയില്ല, പക്ഷെ ഇരുന്ന് കണ്ടന്റ് എഴുതും. എന്നിട്ട് നമുക്ക് അതിന്റെ ഗ്രാമർ ചെക്ക് ചെയ്യാൻ ChatGPT ഒന്നും ഇല്ലല്ലോ. കുറെയൊക്കെ വായിച്ചു നോക്കിയിട്ട് പാറ്റേൺ നോക്കും, പിന്നെ ആരെങ്കിലും കൊണ്ട് വായിപ്പിച്ച് നോക്കും. അങ്ങനെയൊക്കെ പോലെ. അപ്പോൾ 2-3 കാര്യങ്ങൾ കിട്ടി. ഒന്ന് കണ്ടന്റ് റൈറ്റിംഗ് കിട്ടി, പിന്നെ വെബ് ഡിസൈനിന്റെ ഒരു ഏകദേശം ഇത് കിട്ടി.
പിന്നെ ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ പിന്നെ SEO ആണ് കിട്ടാതുള്ളൂ. അപ്പോൾ അവിടുന്ന് അടുത്ത നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. SEO അറിയാവുന്നവരെ അല്ലെങ്കിൽ അവിടുന്ന് എങ്ങനെ പഠിക്കാന്നുള്ളത്. അന്നേരം ഒന്നും നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല, അക്കൗണ്ട് പോലും അതിന് അങ്ങനെ അല്ല അത്ര ഫേസ്ബുക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ എപ്പോഴും തുടങ്ങി ഒരു 2013 ആ ടൈമൊക്കെ ആഡ്സ് ഒക്കെ അത് കഴിഞ്ഞിട്ട് എനിക്കത് ന്യൂസ് ഫീഡ് വരുന്നത് തന്നെ അതിന് കുറച്ച് മുമ്പാന്ന് തോന്നി. 2011 അങ്ങനെയല്ലേ ആഡ്സ് ഒക്കെ അതിന് ശേഷമല്ലേ വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലയന്റ് ഓൺ ബോർഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഏത് കാറ്റഗറി ആയിരുന്നു? വേർഡ്പ്രസ് ഡെവലപ്മെന്റ്. വേർഡ്പ്രസ് സൈറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ആരോ വന്ന് അവർക്ക് ഞാൻ 20,000 രൂപയ്ക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്, അത് ഞാൻ ചെയ്തെടുത്ത്. അല്ല, യൂട്യൂബ് നോക്കി പഠിച്ച് യൂട്യൂബിൽ തന്നെ ഒരു തീം കിട്ടുന്നുണ്ടായിരുന്നു, ആ തീം ഇട്ടിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്ത്. അത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരാൾ വന്നിരുന്നു ആ ടൈമിൽ. ഓക്കെ. ഇപ്പോൾ പിന്നീട് വേർഡ്പ്രസ് ആയിരുന്നു കംപ്ലീറ്റ് ആയിട്ട് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട്. മീൻസ് ഒരു ഫ്രീലാൻസ് എത്ര നാൾ ചെയ്തു? ഫ്രീലാൻസ് ഞാൻ ആ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുറേ ആൾക്കാരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. ആ ടൈമിലൊക്കെ ഫേസ്ബുക്കിൽ കുറേ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്ക് കണ്ടന്റ് റൈറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കമ്പനിയിലേക്ക് ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കി. കാരണം എനിക്കൊരു ടീമായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ ഇത് എല്ലാം ചെയ്യുന്നത് എവിടെയാണെന്നറിയോ? എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു JCB ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഓഫീസുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു DTP സെന്റർ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഹൈ എൻഡ് സിസ്റ്റം എടുത്ത് തന്നിട്ട് പറഞ്ഞ്, അവൻ മർച്ചൻ്റ് നേവിയിൽ, അവൻ എടുത്ത് തന്നിട്ട് പറഞ്ഞ് നീ ഇതൊക്കെ മാനേജ് ചെയ്തോ, ആ സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ട്, DTP വല്ലതും എടുക്കണമെങ്കിൽ എടുത്താൽ മതി, എന്നിട്ട് നിന്റെ എന്ത് പണിയും ചെയ്തോ. അങ്ങനെ അവിടെ ഇരുന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഏതൊരു കോർണറിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുക, വേറെ കണക്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ അടുത്ത് ആരെങ്കിലും ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. അന്ന് ജോബായിട്ടൊന്നും ചിന്തിച്ചില്ല, ഇതിനെ എങ്ങനെ മോണിറ്റൈസ് ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. എവിടെങ്കിലും ഒന്ന് വർക്ക് ചെയ്യാൻ കയറണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഈ ഫ്രീലാൻസ് ആകുമ്പോഴും ആക്ച്വലി നമുക്ക് ഇപ്പം ഈ ക്ലയന്റ് ഓൺ ബോർഡിങ് എങ്ങനെയായിരുന്നു? ഈ ഒരു അപ്വർക്ക്, ഫൈബർ പോലത്തെ സൈറ്റിൽ നിന്നാണോ അതോ ഡയറക്റ്റ് ആയിട്ടുള്ള നമ്മളെ നെറ്റ്വർക്കിൽ നിന്നൊക്കെ ഉള്ള ഓൺ ബോർഡിങ് ആയിരുന്നു? അപ്വർക്കിൽ നിന്നൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. കാരണം അപ്വർക്കിൽ നമുക്ക് എൻട്രി കിട്ടാൻ തന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആദ്യം തന്നെ എനിക്ക് കിട്ടിയത് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് പിന്നെ വെബ്സൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ക്ലയൻസ് ഇങ്ങോട്ട് വന്നു. പിന്നെ 1-2 ഇവന്റുകൾ പോയിട്ടുണ്ടായിരുന്നു, ടൂറിസം റിലേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് ഞാൻ 1-2 പേരെ പരിചയപ്പെട്ടു. അപ്പോൾ ടൂറിസം ബേസ് ചെയ്തിട്ട് കുറച്ച് സൈറ്റുകൾ കിട്ടി, പ്രത്യേകിച്ച് റിസോർട്ട്, അങ്ങനെ കുറേ സൈറ്റുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ വേർഡ്പ്രസിന് പറ്റിയ ആ പ്ലാറ്റ്ഫോമിന് ചെയ്യാൻ പറ്റിയ കുറേ വർക്കുകൾ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നേരിട്ട് പരിചയപ്പെടുന്നു. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ അവർ പറയുന്ന എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എല്ലാവർക്കും ഒരേ ഫിക്സഡ് ബഡ്ജറ്റ്. എത്ര ഈ ഫംഗ്ഷൻസ് കൂടുന്നോ അല്ലെങ്കിൽ ഇത്ര പേജ് കൂടിയെന്നോ കണ്ടന്റ് കൂടിയെന്നോ അതൊന്നും നമ്മൾ പിന്നെ ചാർജ് ചെയ്യുന്നതൊന്നുമല്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഫ്രീലാൻസിൽ നിന്ന് ഈ ഏജൻസിയിലോട്ടുള്ള ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? അത് മീൻസ് ഈ സർവീസ് അല്ലാതെ വേറെ സർവീസിലോട്ട്, മീൻസ് ഇതൊരു പ്രൊഫഷണലായിട്ട് നമുക്കൊരു കമ്പനി ആയിട്ട് ഒരു മെയിൻ സ്ട്രീം ഇൻകം ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ലിവിങ് ആയിട്ട് ഇത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു അത്? ഞാൻ ഈ ഫ്രീലാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അത് ഞങ്ങൾ 3 പേരുള്ള കമ്പനിയാണ്. ഞാനിവിടെ ചെന്നപ്പോൾ 3 പേരായി, അങ്ങനത്തെ ഒരു കമ്പനി. അപ്പോൾ ആ കമ്പനിയിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആൾക്കാർ നെറ്റ്വർക്ക് കിട്ടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ ഉണ്ടായിരുന്നു. അവിടെ ലോഗോ ഡിസൈനിങ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്യും. കണ്ടന്റ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ചെയ്യും. വേർഡ്പ്രസ് ഡിസൈനിങ് ഉണ്ടായിരുന്നു, അത് 3 ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ കുറേ വർക്കുകൾ വന്നു. അപ്പോൾ അതിലെനിക്ക് സാലറി ഉണ്ടായിരുന്നുള്ളെങ്കിലും കുറേ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ സാലറി എന്ന് വെച്ചാൽ എക്സിസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സാലറി. അപ്പോൾ അത് അവിടെ നിന്നാണ് നെറ്റ്വർക്കും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആണ്. അതായത് അതുവരെ ഞാൻ ഉപയോഗിക്കാത്ത തീമുകളും പിന്നെ സെർവർ സൈഡ് ഷെയ്ഡൊക്കെ മാറി VPSലേക്കൊക്കെ മാറി. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ പെർഫോമൻസ് ഉള്ള സൈറ്റുകൾ ഞാൻ തുടങ്ങി. അവിടെ നിന്നിരുന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു. പ്രത്യേകിച്ച് ഈ നമ്മുടെ സോഷ്യൽ മീഡിയ ആഡ്സും ഗൂഗിൾ ആഡ്സും അവിടെ നിന്നാണ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പെയ്ഡ് ആഡ്സിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള വർക്കുകളാണ് എനിക്കൊരു ഷേപ്പ് കിട്ടിയത് ഇതിനകത്തോട്ട്. അത് ഏത് കൈൻഡ് ഓഫ് ക്ലയൻസ് ആയിരുന്നു? മീൻസ് ഈ ലീഡ് ജനറേഷൻ ആയിരുന്നോ? അതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയെന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ബ്രാൻഡുകളുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ UK ബേസ്ഡ് ഒരു കമ്പനി ഔട്ട്സോഴ്സ് ചെയ്ത് തരുന്ന ഒരു വർക്ക്. അത് നമുക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ടായിരുന്നു. ഈവൻ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരുപാടുണ്ട്. കർവീസ അതെന്ന് പറഞ്ഞാൽ ഈ ലോഞ്ച് അതായത് ഇന്നർ വെയർസിൻ്റെ ഒക്കെ ബ്രാൻഡ് UK ബേസ്. എന്നിട്ട് പിന്നെ ഇൻഫിനിറ്റി,
അതുപോലെ ആപ്പിൾ, അങ്ങനെ അന്ന് വോഡാഫോണിൻ്റെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു. അവരെല്ലാം സ്പെൻഡ് ചെയ്യുന്നത് കണ്ടത് ബ്രിട്ടീഷ് എയർവേസ്. പിന്നെ അവരുടെയൊക്കെ സ്പെൻഡിങ് എന്ന് വെച്ചാൽ ഒരു ദിവസം ബ്രിട്ടീഷ് എയർവേസിൻ്റെയൊക്കെ ഒരു ദിവസം അന്ന് ഫേസ്ബുക്ക് ആഡ്സ് 5-6 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ആലോചിക്കും ഇവരെന്താ ചെയ്യുന്നത്. കാരണം ലീഡ് ജനറേഷൻ അല്ല, ബ്രാൻഡ് അവയർനെസ് അവർ ചെയ്യുന്നത്. ജസ്റ്റ് അവർക്ക് ബ്രാൻഡ് അവയർനെസ് മാത്രം ചെയ്താൽ മതി. അങ്ങനത്തെ ആഡ്സ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ലീഡ് ജനറേഷൻ അല്ല. ആ കമ്പനീസൊക്കെ ആക്ച്വലി അവർക്കൊരു ബഡ്ജറ്റ് കാണും, ഒരു ക്വാർട്ടർലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ആനുവൽ ബഡ്ജറ്റ്, ഇത്രയും മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അത് അത്രയും സ്പെൻഡ് ചെയ്ത് തീർക്കാന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ആ വന്നിരുന്ന എല്ലാ ബ്രാൻഡുകളും ഇത് ലീഡ് ജനറേഷൻ എന്നുള്ളൊരു രീതിയിലേ അല്ലായിരുന്നു. സെയില് അല്ലെങ്കിൽ പെർഫോമൻസ് സൈഡിലോട്ടല്ലായിരുന്നു അവരുടെ അവയർനെസ്. അതായിരുന്നു അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ അതെല്ലാം മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ദിവസം സ്പെൻഡ് കാണുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകും. ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്നാൽ നമുക്കൊന്നും അത്ര ആൾക്കാർ അന്ന് പറയാനൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊന്നും ഒരു ബ്രാൻഡിനോട് അപ്രോച്ച് ചെയ്യാനില്ല ആ ഒരു രീതിയിൽ. അപ്പോൾ അവിടെ നിന്നൊരു കുറേ എക്സ്പീരിയൻസ് കിട്ടിയത്. ഓക്കെ. പിന്നീട് ആക്ച്വലി ഇതൊരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിലോട്ടും പിന്നെ ഇപ്പോൾ അഫ്സൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഷോപ്പിഫൈ ഡെവലപ്മെന്റ് ആണ്, ഷോപ്പിഫൈ പ്ലസ് പ്രത്യേകിച്ച്. ഇപ്പോൾ ഇതിലോട്ടുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? മീൻസ് ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ 1 വർഷം വർക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതാ ചെയ്യുന്നത്, എനിക്കൊന്നും സെപ്പറേറ്റ് ആയാൽ കൊള്ളാമെന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം വേറൊരാൾ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ ഏജൻസിയിൽ നിന്ന് ചിന്തിച്ചത്. അങ്ങനെ അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് ഞാൻ ഏജൻസിയിൽ നിന്ന് വന്നത്. എന്നിട്ട് ഏജൻസിക്ക് ഞാൻ ഇട്ട പേര്, ആദ്യം ഇട്ട ബ്ലോഗിൻ്റെ പേര് task19.com. ഇപ്പോഴും കമ്പനിയുടെ പേര് task19.com തന്നെ. ആ പേര് തന്നെ കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഒന്നും എനിക്കില്ലായിരുന്നു. എന്നുവെച്ചാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും അവിടുന്ന് മാനേജ് ചെയ്യാനും അതൊന്നും എനിക്കറിയില്ലായിരുന്നു. 2017 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട്. അവിടുന്ന് അങ്ങോട്ട് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്ലയൻസിലോട്ട് എത്താല്ലേ? പിന്നെ അതിലേക്ക് പിന്നെ നമ്മളെല്ലാം ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് സ്റ്റാഫുകൾ അധികം നമുക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി. ആക്ച്വലി ഞാനും ഏകദേശം ഈ ഒരു ഇതേപോലത്തെ ജേണി തന്നെയാണ് വന്നത്. അപ്പം ഞാനും ഒരു ഫസ്റ്റ് ഇപ്പോൾ ഇ കോമേഴ്സ് ക്ലയൻ്റൊക്കെ ഹാൻഡിൽ ചെയ്തത് ഒരു 2017 ടൈമിൽ തന്നെയായിരുന്നു. അപ്പോൾ സ്റ്റോറി ഏകദേശം സെയിം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. അവരെല്ലാവരും ആക്ച്വലി ഇതിനകത്തൊരു വലിയൊരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള ഒരു ഇതിലാണ് വരുന്നത്. തീർച്ചയായും ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നമുക്കറിയാം അല്ലേ? അപ്പോൾ ബട്ട് അതിലോട്ട് എത്താനൊരു റൂട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ നിന്ന് വന്നവർക്ക് ആക്ച്വലി ആ റൂട്ട് കുറച്ച് ഹാർഡായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിരുന്നു. കാരണം ഇന്ന് നോളജ് ഒരുപാട് ഉണ്ട് അല്ലേ? പിന്നെ അവർക്ക് കൂടുതൽ അപ്രോച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്, ആളുണ്ടെന്ന് ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ എത്ര എക്സ്പെർട്സുകളുണ്ട്. ഏത് കാറ്റഗറി എടുത്താലും അതിനകത്ത് ഹെവി ആയിട്ടുള്ള എക്സ്പെർട്സുകളൊക്കെ ലിങ്ക്ഡിനിലും യൂട്യൂബിലും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ജോലി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ. അതെ. അതാണ് നമ്മൾ ഈ ടോപ്പിക്കിന്റെ ഡിസ്കഷന്റെ മെയിൻ പോയിന്റും അതാണ്. ഇതെങ്ങനെ ഒരു വേ നമുക്ക് കൊടുക്കാം. മീൻസ് ഇപ്പോൾ എനിക്കൊക്കെ ഒരുപാട് DM ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫീൽഡിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു നല്ലൊരു ജോലിയിൽ അല്ലെങ്കിൽ ഇതൊരു കൂടുതൽ ജോലിയേക്കാളും ഈ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മിക്കവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊരു ഫ്രീലാൻസ് മോഡലിലോട്ട് കയറാം. അപ്പോൾ അതെങ്ങനെ നമുക്ക് നല്ലൊരു ഹൈലി പേയിങ് ഏജൻസിയിലോട്ട് കമ്പനിയിലോട്ട് മൂവ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അതാണ് നമ്മളിവിടെ കൂടുതലും ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ. ആക്ച്വലി അപ്പോൾ ഈ ഒരു ഏജൻസിയിൽ നിന്ന് ആക്ച്വലി നമുക്കിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുമ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. ഇപ്പം കോണ്ടന്റ് മാർക്കറ്റിംഗ്, പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇപ്പം അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതിൽ അഫ്സലിന് വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മീൻസ് ഏറ്റവും കൂടുതൽ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഡിമാൻഡബിളും കംഫർട്ട് മീൻസ് ഡിമാൻഡ് മാത്രമല്ല അതിനകത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുമല്ലോ. ആ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ മീൻസ് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന റെമ്യൂണറേഷനും നമ്മൾ ചെയ്യുന്ന വർക്ക് ലോഡും എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. അതൊക്കെ നോക്കുമ്പോൾ ഒരു മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു സെക്ടർ ഏതായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ? ഒബ്വിയസ്ലി പറഞ്ഞതെല്ലാം പിന്നെ അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളാണ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എല്ലാം പക്ഷേ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കണ്ടന്റ് മാർക്കറ്റിംഗ്. കാരണം കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ റീസെൻ്റ്ലി വന്നെന്ന് പറയാം, 2 years or 3 years ആയിട്ടുണ്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ അതിലൂടെ നമുക്ക് വരുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇപ്പം
പിന്നെ അതുവഴി നമുക്കൊരു ലീഡ് വരികയാണെങ്കിൽ പോലും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട്. അവിടെ നമ്മൾക്ക് ഒരുപാടൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. നമ്മൾ എന്താണെന്നും നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരാൾ വരുമ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഡൗട്ടുണ്ട്. നമ്മളെങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു, നമ്മളെ കമ്പനി എവിടെയാണ്, അവിടെ എത്ര പേരുണ്ട്, നമ്മളിത് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് വഴി നമ്മളെ കണ്ടിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. കോണ്ടന്റ് മാർക്കറ്റിംഗ് എസ്പെഷ്യലി നമ്മൾ വീഡിയോ കോണ്ടന്റ്സ് ബിൽഡ് ചെയ്ത് ഓർഗാനിക്കലി ബിൽഡ് ചെയ്യുന്ന ആ ഒരു കാര്യം. അതിൽ ഒബിയസ്ലി പെയ്ഡ് നമുക്ക് വേണം, എന്നാലും ഓർഗാനിക് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ എൻ്റെ തന്നെ കണ്ടന്റ് പിന്നെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് ഇപ്പം അത് ചോദിച്ച പോലെ ഒരാൾക്ക് ജോലി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് വേ എന്ന് പറയുന്നതാണ് കണ്ടന്റ് ഉണ്ടാക്കി. അത്രയും കാരണം ഷോർട്ട് വീഡിയോസ് കാണാൻ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ ഒരുപാട് പിന്നെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. എന്തൊക്കെ ടൈപ്പ് കണ്ടന്റ് ഉണ്ടാക്കാം, നമ്മൾ പഠിച്ച് നമുക്ക് നമ്മുടെ ഇൻഫർമേഷൻസ് തന്നെ എന്തൊക്കെ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാം, അതിലൊക്കെ ചെയ്യാം. ഇപ്പോഴും ഞാൻ ഇപ്പം നമുക്ക് കണ്ടന്റ് മാർക്കറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ബ്രേക്ക് വരും. ഇനി എന്തെടുത്ത് പറയുന്നുള്ള. അപ്പോഴൊക്കെ നമുക്ക് ഇപ്പോഴും റെഫർ ചെയ്യാൻ ഒരുപാട് സൈറ്റുകളുണ്ട്. ഇപ്പം ഞാൻ റെഫർ ചെയ്യുന്ന ഒരു സൈറ്റാണ് റെഡിറ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ആണെങ്കിലും ഷോപ്പിഫൈയുടെ ആണെങ്കിലും എവിടെയും ഞാനൊരു കേരള ടച്ച് ഒന്നും കണ്ടിട്ടില്ല. അതിനകത്ത് വരുന്ന ഡൗട്ട്സും ഞാൻ കൂടുതൽ അതിൽ ആക്റ്റീവാണ്. ക്വസ്റ്റ്യൻസ് അതിലൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കോണ്ടന്റ് മാർക്കറ്റിംഗിന്റെ ഇതിന്റെ എക്സ്പെർട്സുകളൊക്കെ പറയാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടന്റ് ഇല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ റെഡിറ്റ് പോവുക, റെഡിറ്റ് പോയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എൻ്റർ ചെയ്യുക. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ആൻസേഴ്സ് ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 ഇയറിൻ്റെ കോണ്ടന്റ് അവിടെ കിട്ടും നിങ്ങളുടെ നിഷിൽ. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി അത് ബെറ്ററാണ്. അപ്പോൾ നമുക്ക് അത് ഒരു നമുക്കൊരു ഒരു പുതുതായിട്ട് ഒരാൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ ആളുടെ ഏതാണോ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സർവീസ് ഉണ്ടല്ലോ, അത് ബേസ്ഡ് ആയിട്ട് ഒരു കോണ്ടന്റ് ബിൽഡ് ചെയ്ത് തീർച്ചയായും പുള്ളിക്ക് അത് നല്ലൊരു ഒരു 1 ഇയറിനകത്ത് തന്നെ നല്ലൊരു കരിയർ അവിടെ ബിൽഡ് ചെയ്യാം. അപ്പോൾ അത് അതിൽ തന്നെ ആക്ച്വലി. ബട്ട് ഞാൻ ചോദിക്കുന്ന അതിൽ ഏതായിരിക്കണം ഇപ്പോൾ അഫ്സലിന്റെ ഒരു ഇതിൽ ഇപ്പോൾ ഏത് പാർട്ടാണ് ഒരു പറഞ്ഞതുപോലെ ഒരു കംഫർട്ടബിളും ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ? കണ്ടന്റ് മാർക്കറ്റിംഗ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇത്, കാരണം എനിക്ക് ഇത് വീഡിയോ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ അത് പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നേ പറയും. അത് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ആക്ച്വലി കോണ്ടന്റ് മാർക്കറ്റിംഗ് വേണം. കാരണം പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ഉണ്ടെങ്കിൽ നടക്കൂ. കോണ്ടന്റിനേക്കാളും മീൻസ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിട്ട് ആക്ച്വലി പഠിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്വന്തമായിട്ട് പഠിച്ചോ ഒരു കോഴ്സിൽ പോയി പഠിച്ചിട്ടോ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങണമെങ്കിൽ ഇപ്പോൾ ആൾ ചോദിക്കാൻ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് മൂവ് ചെയ്യേണ്ട ഒരു ഏരിയ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളടുത്ത് പറയാം ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എസ്പെഷ്യലി പെയ്ഡ് ആഡ്സിലോട്ട് അതായത് നമുക്ക് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കാണിക്കാനുണ്ടാവും. കണ്ടന്റ് മാർക്കറ്റിംഗ് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറച്ചാൾ റൺ ചെയ്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് കൊണ്ടാണ് എനിക്ക് ഞാൻ കണ്ടന്റ് മാർക്കറ്റിംഗ് പറഞ്ഞത്. അല്ലാണ്ട് ഒരു ബിഗിനർ വന്നിട്ട് കണ്ടന്റ് മാർക്കറ്റിംഗിൽ കാണിക്കാനൊന്നുമില്ല. ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പിന്നെ ഈ 2017 വരെ, അതായത് ഒരു 2015 to 2017 വരെ ഞാൻ വർക്ക് ചെയ്തിട്ട് എനിക്ക് വളരെ ചെറിയൊരു റെന്യൂമറേഷനെ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ കൂടുതൽ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം അതിനും കൂടെ നമ്മളൊന്ന് തയ്യാറാവണം. അതായത് നമ്മളൊരു സൈഡിൻ്റെ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല ടീമിൻ്റെ കൂടെ നിന്ന് ആ പ്രോസസ് ഓപ്പറേഷൻസ് എല്ലാം മനസ്സിലാക്കണം. സാലറി അല്ല അതിനൊരു ഇതിൽ ഈ ഒരു ഫീൽഡ് ആക്ച്വലി നമ്മളുടെ നോളജ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്താണ് അക്വയർ ചെയ്ത നോളജ് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഏജൻസി നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ 10 years ആയിട്ട് ഞാൻ എൻ്റെ ഏജൻസി റൺ ചെയ്യാണ് ആപ്റ്റിൻടെക്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഒരു ഇ-കോമേഴ്സ് ക്ലയൻസുമായിട്ടാണ്, DTC ഇ-കോമേഴ്സ് ക്ലയൻസുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ എല്ലാ ഏജൻസികളും നോക്കുമ്പോൾ ഇപ്പോൾ പല ഏജൻസികളും അത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരു ക്ലയൻസിനെ കിട്ടാൻ ഒരു ഫ്രീലാൻസേഴ്സ് സ്ട്രഗിൾ ചെയ്യും. മീൻസ് അവർ ഏതൊരു വർക്കും ചെന്നെടുക്കാന്നുള്ള ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഒക്കെ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഡിമാൻഡ് വയ്ക്കുക. നമ്മളൊരു 5 lakhs മിനിമം ഇത് ആഡ് സ്പെൻഡ് ഇല്ലാത്ത ക്ലയൻറ്റ് എടുക്കത്തില്ല. കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഡിമാൻഡ് ഉള്ളത് തോന്നുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫിൽട്ടേഡ് ആയിട്ടുള്ള ക്ലയൻസ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതെ ക്ലയൻറ്റാണ് നമ്മൾ. ഇപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തണമെങ്കിൽ നമ്മളും തുടങ്ങിയ സമയത്ത് ഇപ്പോൾ അഫ്സൽ പറഞ്ഞ പോലത്തെ ആ സ്റ്റേജിലും ഇപ്പോൾ നമ്മളൊരു
$200 മന്ത്ലി റിട്ടേണറിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10,000-നും 5,000-നും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തണമെങ്കിൽ ആ ഒരു നോളജ് ആണല്ലോ നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു കരിയറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അവർക്ക് ഒരു ഹൈലി പേയിങ് ജോബ് അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറിലോട്ട് എത്തണം. എത്തണമെങ്കിൽ ഫ്രീലാൻസർ ഞാൻ ഉദ്ദേശിച്ചത് ഒരു മന്ത്ലി ഒരു 1 lakh പ്ലസ്. ഒരു ഫ്രീലാൻസർ എന്ന് പറഞ്ഞാൽ എത്ര, ഒരു മാക്സിമം ഒരു 3, ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിൽ നിൽക്കുകയാണെങ്കിൽ 2-3 ക്ലയന്റിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനപ്പുറം പറ്റത്തില്ല. അതെ, ഒരു 2 ക്ലയന്റ് ആണ് ആവറേജ് അവർക്ക്. അതെ, ഒരു 2 ക്ലയന്റ് ഒക്കെ മാക്സിമം അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഒരു ഇ-കോമേഴ്സ് ക്ലയന്റ് ആണെങ്കിൽ 2 ക്ലയന്റ് മാക്സിമം മാനേജ് ചെയ്യാൻ പറ്റും. ഒരു 2 ക്ലയന്റിനെ മാനേജ് ചെയ്യുമ്പോൾ തന്നെ ഒരു 1 lakh മുകളിൽ കിട്ടണമെങ്കിൽ ഒരു 50,000 പ്ലസ് ഒരു ക്ലയന്റ് അവർക്ക് പേ ചെയ്യണം. അപ്പോൾ 50,000 പ്ലസ് ഒരു ക്ലയന്റ് അവർക്ക് പേ ചെയ്യണമെങ്കിൽ എന്താണ്, ആ ക്ലയന്റിന് ഒരു മിനിമം ഒരു 5 ലക്ഷം രൂപയുടെ ആഡ് സ്പെൻഡ് എങ്കിലും ഉണ്ടായിരിക്കണം. ക്ലയന്റിന് 5 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് അവർക്ക് നിയർലി 25 to 30 lakhs ഒരു 4 to 5x നമുക്ക് ഒരു 3 months കൊണ്ട് അത് കൊണ്ടെത്തിക്കാൻ പറ്റണം. എന്നാലേ ഈ പറയുന്ന ഒരു പെർഫോമൻസ് മാർക്കറ്റിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെ, 50,000 നമ്മൾ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ എത്തിച്ചേരുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓക്കെ, ഇത് കാണുന്ന ഒരു പുതിയൊരാൾ, ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഓക്കെ, അത് അത്ര എത്തിക്കലാണോ എന്ന് എനിക്കറിയില്ല. നമ്മളൊരു ബബിൾ ക്രിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് നമ്മൾ കണ്ടന്റും നമ്മളെ ക്രിയേറ്റിവിറ്റിയും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബബിൾ ഉണ്ടാക്കണം. പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം. അതായത് കണ്ണിൽ നോക്കി തന്നെ പറയാൻ പറ്റണം, ഞാൻ അത് ചെയ്യും, അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കുറെ ടെക്നിക്കൽ ടൈംസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ ചെയ്യണം. അങ്ങനെ ഒരു ബബിൾ ഉണ്ടാക്കി തന്നെ ആദ്യമൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ല, നമുക്ക് പറയണമെങ്കിൽ ആ നോളജ് ഉണ്ടെങ്കിൽ. നമ്മൾ എൻ്റെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി എനിക്കുണ്ട്. ഇപ്പൊ ഈ കോമേഴ്സ് പഠിപ്പിക്കുന്ന ഇപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന, അതിനകത്ത് നമ്മളെ അടുത്ത് വരുന്ന കൂടുതലും 90-95% ആളുകളും ഈ ബിസിനസ് ചെയ്യാനാണ് വരുന്നത്, ഇ-കോമേഴ്സ് ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു 5% താഴെയുള്ളവർ മാത്രമേ അത് പഠിച്ചിട്ട് ഒരു കരിയറായിട്ട് ചെയ്യുന്നവരുള്ളൂ. അപ്പോൾ ബിസിനസ് ചെയ്യാൻ വരുന്നിടത്ത് ഞാൻ പറയുന്നത് എല്ലാവർക്കും ബിസിനസ് ഓക്കെ അല്ല. മീൻസ് എല്ലാവർക്കും അത് പ്രാക്ടിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ-കോമേഴ്സ് ബിസിനസ്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്ത് ഞാൻ പറയുന്നത് ആക്ച്വലി അവരുടെ ഒരു കരിയർ ഇപ്പോൾ ഒന്ന് സ്റ്റേബിൾ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കരിയറിലോട്ട് സ്വിച്ച് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ കംപ്ലീറ്റ്ലി ബിഗിനറാണ്, അപ്പോൾ നിങ്ങൾക്ക് ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏരിയയിലോട്ട് അല്ലെങ്കിൽ ഇ-കോമേഴ്സ് മാർക്കറ്റിംഗ് ഏരിയയിലോട്ട് നിങ്ങൾക്ക് കയറണം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എൻ്റെ ഇതിൽ ഫീൽഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളതും പേയിങ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഇതാണ്. ഇപ്പോൾ ഇ-കോമേഴ്സ് മാർക്കറ്റിംഗ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. ഇപ്പോൾ ജോബ് ആണെങ്കിലും അവർ സാലറി വാങ്ങുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രീലാൻസ് അല്ലെങ്കിൽ ഏജൻസി ആണെങ്കിലും അവർ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്നവരാണ്. അതെ, നമുക്ക് വേറെ റൺ ചെയ്യാനൊന്നും ഹെൽപ്പ്. അതെ, അപ്പോൾ അത് ആക്ച്വലി ഇതാണ്. ഇപ്പോൾ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ക്ലയൻസ് നോക്കുകയാണെങ്കിൽ ഇ-കോമേഴ്സ് ക്ലയൻ്റാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? അവരായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്ത് പെട്ടെന്ന് സെയിൽ എടുക്കാൻ, അത് വിൽക്കാന്നുള്ള അതാണ്. അപ്പോൾ അത് ആക്ച്വലി അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് കയറണമെങ്കിൽ ഇപ്പോൾ ഒരു ആസ് എ ബിഗിനറിന് ഇപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നിങ്ങളിത് ഒരു ഡു ഇറ്റ് യുവർസെൽഫ് മോഡലിൽ ചെയ്ത് പഠിക്കാനാണ്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യണമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ നിങ്ങൾ കോഴ്സോ അങ്ങനെയുള്ള വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ കോഴ്സൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ കോഴ്സിലൊക്കെ മിക്ക കോഴ്സുകളിലൊക്കെ ഇതൊരു തിയറിറ്റിക്കൽ പാർട്ടായിരിക്കും അവർ കൂടുതലും പറയുന്നത്. പ്രാക്ടിക്കലി വേണമെങ്കിൽ അത് നിങ്ങൾ ചെറുതായിട്ടൊക്കെ അവർ കാണിക്കും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അങ്ങനെയായി, കാരണം അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പ്രാക്ടിക്കൽ ചെയ്ത് കാണിക്കാൻ. അപ്പോൾ അതിനകത്ത് ചെറിയ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് കാണിക്കുമായിരിക്കും. അതും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് പഠിച്ചാലേ ഇത് വർക്കൗട്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഇത് സ്വയം നമ്മൾ തന്നെ ചെയ്ത് പഠിച്ചാൽ. അപ്പോൾ അത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്റ്റോർ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഫസ്റ്റ് 100 സെയിൽ നിങ്ങൾ തന്നെ എടുക്കുക. അപ്പോൾ അപ്പോൾ 100 സെയിൽ നിങ്ങൾ ഒരു ഷോപ്പിഫൈ സ്റ്റോറിൽ അതിന് വേണ്ടിയാണ് ഞാൻ ഡ്രോപ്പ് ഷിപ്പിംഗ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് 100 സെയിൽ അതെ, നമുക്ക് ഇൻവെന്ററി ഒക്കെ എടുക്കാതെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനെ നമ്മൾ ലേണിംഗ് ഫേസ് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞ് ഒരു 100 ഓർഡേഴ്സ് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾ എന്താ പറയുക, ഈ ഷോപ്പിഫൈ ഡെവലപ്മെന്റ് ഒരു പരിധി വരെയൊക്കെ പഠിക്കും. അങ്ങ് പ്രോ ലെവൽ അല്ലെങ്കിലും എളുപ്പമാണ്. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ ഒരു പ്രോഡക്റ്റ്, ഒരു വിന്നിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്ത് അതിനെ ഇന്റർനെറ്റിൽ സെല്ലബിൾ ആവുന്ന ഒരു പ്രോഡക്റ്റിനെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു കാര്യം കുറേയൊക്കെ പഠിക്കാൻ പറ്റും. കാരണം 100 സെയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിസ്സാരമല്ല. പിന്നെ അടുത്ത ഏരിയ ആഡ്സ്, എസ്പെഷ്യലി മെറ്റ ആഡ്സ്.
എങ്ങനെ ഈ മെറ്റാ ആഡ്സ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഈ 100 അതെ സെയിലേക്ക് 100 സെയിൽ അത് പഠിക്കും 100 സെയിൽ അത് ചെയ്താൽ അത് പഠിക്കുമല്ലോ. അടുത്തത് ഈ വരുന്ന സെയിൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അത് ഫുൾഫിൽമെന്റ് ചെയ്യാനുള്ള പ്രോസസ്സ്. അതെ അതെ, വൺസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾഫിൽമെന്റ് പ്രോസസ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിന്നെ അടുത്ത് വരുമ്പോൾ ഈ 100 സെയിൽ വന്ന 100 കസ്റ്റമേഴ്സാണ്. ഈ 100 കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഹാൻഡിൽ ചെയ്യാം, പിന്നെ റീറ്റെയിൻ ചെയ്യാം. ആക്ച്വലി ഇത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കവേർഡ് ഒരു നമുക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ നമ്മുടെ കരിയർ ഇ കൊമേഴ്സിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു ഏജൻസി പോലെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചെയ്യാം. ഇതിൻ്റെ ഒരു ചെറിയൊരു പാർട്ട് അവർക്ക് മനസ്സിലാവും. മീൻസ് എല്ലാം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഈ ബിസിനസ്സിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് മനസ്സിലാവും. ഈ ഒരു എൻ്റെ പ്രോസസ്സ് ഇവർ തുടങ്ങുന്ന തൊട്ട് ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്താൽ തന്നെ, ലിങ്ക്ഡിനിലോ അവിടെ എവിടെയെങ്കിലും ഡോക്യുമെന്റ് ചെയ്ത് പോയാൽ തന്നെ, ഇപ്പോൾ എന്തായാലും ഈ 100 ഓർഡർ എന്ന് പറയുന്നത് സ്ട്രൈറ്റ് അവേ അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ബിഗിനറിന് കുറേ ഒബ്സ്റ്റക്കിൾസ് ആണ്. ആ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ അവരെങ്ങനെ കവർ ചെയ്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ലിങ്ക്ഡിനിൽ ഡോക്യുമെന്റ് ചെയ്തിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കണ്ടന്റ് ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഷോർട്ട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ജോലിയിലോട്ട് എൻ്റർ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ഈ പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു ഇ കോമേഴ്സ് കമ്പനീസിലോ അതെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജൂനിയർ പെർഫോമൻസ് മാർക്കറ്റിൻ്റെ റോളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ആ എംപ്ലോയറിനൊരു 500+ റെസ്യൂമേഴ്സ് ലിങ്ക്ഡിനിൽ വരികയാണെങ്കിൽ നമ്മളുടെ പ്രൊഫൈൽ അവർക്ക് പ്രയോറിറ്റി ആയിരിക്കും. കാരണം ഈ പ്രൊഫൈലിൽ ഇന്ന കാര്യങ്ങളുണ്ട്, അവർ നോക്കുന്ന എക്സാക്റ്റ് ഒരു എംപ്ലോയി ആണിത്. അപ്പോൾ അവർക്കൊരു അങ്ങനെ ഒരു സ്റ്റാർട്ട് അവിടെ കിട്ടും. ഇപ്പോൾ ഫ്രീലാൻസറായിട്ട് നിൽക്കുന്നുവെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ നമ്മളൊക്കെ ഹസ്റ്റിൽ ചെയ്ത പോലെ ഇന്ന് പോവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വേണമെങ്കിൽ ഒരു നല്ല കമ്പനീസിൽ 2-3 വർഷം ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് അക്കൗണ്ട്സിനുള്ള എക്സ്പീരിയൻസ് കിട്ടും. ഇപ്പോൾ പല നിഷസിൽ നിന്ന് നമുക്ക് ഗൂഗിൾ ആഡ്സ്, മെറ്റ ആഡ്സ്, ഈവൻ ടിക്ടോക്ക് ആഡ്സ് പോലുള്ള ആക്സസ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അവർ തന്നെ കുറേ നമുക്ക് ട്രെയിനിങ് തരും, നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ DTC ഇ കോമേഴ്സ് പല സെഗ്മെന്റിലുള്ള ഇ കോമേഴ്സുകാരെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് 2 വർഷത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഹെവി ലെവലായിട്ട് പോകാൻ പറ്റും. അതെ, ഇപ്പോൾ ആദ്യം പറഞ്ഞത് ഇ കോമേഴ്സ് സൈഡാണ്. പക്ഷേ ഇതല്ലാതെ എനിക്ക് ഒരു ഇതുകൂടെ പറയാനുള്ളത് വെച്ചാൽ ഹൈ പേയിങ് ആയിട്ടുള്ള വേറെ ഇൻഡസ്ട്രീസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ്. അതെ. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൽ ഞാൻ പിന്നെ ഇതിലൊക്കെ വരുന്നതിന് മുമ്പ്, അതായത് വേർഡ്പ്രസ്സിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ പിന്നെ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. പിന്നെ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് അവരുടെ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രോപ്പർട്ടി, ഇങ്ങനെ വലിയൊരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ, പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്ററാണ്, സിനിമാ തിയേറ്റർ, അത് സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വന്ന് ഒരു ലോക്കൽ ബ്രോക്കേഴ്സ്. അപ്പോൾ അവർക്ക് ആരാന്നറിയില്ല, എൻ്റെ ബയേഴ്സ് ആരാന്നറിയില്ല. അപ്പോൾ ഞാനവിടെ നിന്നിട്ട് എന്തായാലും ഇവരിങ്ങനെ ആൾക്കാരെ തപ്പുണ്ട്. അപ്പം ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കുറേ തിയേറ്റർ ലിസ്റ്റ് കിട്ടി. തിയേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഏരീസ് അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഞാൻ മെയിൽ ID കളക്ട് ചെയ്ത്, എന്നിട്ട് ഞാൻ പേഴ്സണൽ മെയിൽ ID എടുത്തിട്ട് പേഴ്സണൽ മെയിൽ ID തന്നെ ഞാൻ സെൻഡ് ചെയ്തത്. അതായത് പിന്നെ ഇതെനിക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ഈ സ്ഥലത്ത് പിന്നെ ബുക്ക് മൈ ഷോ കയറിയിട്ട് അതിൻ്റെ കപ്പാസിറ്റി എടുത്ത് എത്ര താഴേക്ക് എത്ര സീറ്റ് ഉണ്ട്, ഇത്രയും സീറ്റുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം ഒരു 10-50 മെയിലെങ്കിലും പലർക്കായിട്ട് അയച്ചിട്ടുണ്ട്. പല ടൈപ്പ്. അത് എനിക്ക് 1-2 പേര് റിപ്ലൈ, ഈ ഏരീസൊക്കെ റിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഏരീസിൻ്റെ ഓണർ സോഹൻ റോയ് എന്ന് പറഞ്ഞിട്ട് അപ്പം അവിടുന്ന് എനിക്ക് മെയിൽ വന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ മാനേജറെ കണക്ട് ചെയ്തത്. അപ്പോൾ ഞാനത് ആ വഴിക്ക് അങ്ങനെ പോയി. പക്ഷേ എനിക്ക് കിട്ടിയ ന്യൂസ് ഫേക്കായിരുന്നു. അതായത് അങ്ങനെ തിയേറ്റർ വിൽക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ആ പോയിന്റിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് ക്ലാഷ് ആയി. കാരണം അങ്ങനെ ഒരു സംഭവമില്ല. അത് എൻ്റെ ഒരു ട്രസ്റ്റിന് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, നീഷായിട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കുന്നു മനസ്സിലായി. നമുക്ക് ആഡ്സ് ചെയ്യാനോ ഒന്നും പോകണ്ട. നമുക്ക് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്, അതൊരു വെപ്പണാണ് ശരിക്കും. കാരണം ഈ അത്യാവശ്യം HNIs ആയിട്ടുള്ള ആൾക്കാരെ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ തന്നെയാണ് ഏറ്റവും ബെറ്റർ. അവർ ചിലപ്പോൾ വാട്സാപ്പിലൊക്കെ വരുന്നവരേക്കൊന്നും അത്രയും മൈൻഡ് ചെയ്യണമെന്നില്ല. പക്ഷെ ഒരു ഇമെയിലിൽ നോക്കുമ്പോൾ നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ സ്പാമിംഗ് ലെവലിൽ എഴുതരുത്, സെയിൽസ് ഒന്നും എഴുതരുത്. പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പോലും അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവരത് പിന്നെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇവർക്ക് ഞങ്ങളുടെ മെയിൽ എങ്ങനെ കിട്ടിയെന്നായിരിക്കും ചിന്തിക്കുക. അങ്ങനെ ചിന്ത വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓഫറിന്
കുറച്ച് വലിപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പിന്നെ കുറച്ച് ഇൻഡസ്ട്രി മാറിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്താലും ഇപ്പം ഇ കൊമേഴ്സ് തന്നെ ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരാൾ ഇ കൊമേഴ്സിൽ തന്നെ നിൽക്കണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെ ലീഡ് കളക്ട് ചെയ്തിട്ട് പെർ ലീഡിന് ഇത്ര ചെയ്യാം. അതേപോലെ ദുബായിലൊക്കെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഇപ്പം എല്ലാവരും പലരും ദുബായിൽ നിന്ന് പിന്നെ ഹബ്ബായിട്ട് ദുബായിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. വരുന്നവരെല്ലാം ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ദുബായിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിന് ഒരു ഇത്ര എമൗണ്ട് ഉണ്ട്, 4-5 lakhs ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലീഡ് കൊടുത്താൽ 10% നമുക്ക് കിട്ടും. അതായത് ഒരു 50,000 ഒക്കെ നമുക്ക് കിട്ടും പെർ ലീഡിന്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെ എങ്ങനെ കിട്ടണം? നമ്മളൊരു ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കോണ്ടന്റ് നമ്മൾ വെബ്സൈറ്റ് ആക്കി മാറ്റിയിട്ട് അവിടുന്ന് ലീഡ് കളക്ട് ചെയ്തിട്ട് ലീഡ് സെല് ചെയ്താലും മതി. അതും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജേർണലിംഗ് കാണിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. പ്രൊഡക്റ്റ് സെല് ചെയ്യാതെ സർവീസ് സെല് ചെയ്യുന്ന ഈ രീതിയിൽ പറ്റും. അതിനൊന്നും കോസ്റ്റേ വേണ്ട. നമുക്ക് ഒരു സെർവർ എടുക്കണം, വേർഡ്പ്രസ് സൈറ്റ് വേണം, ഡൊമൈൻ എടുക്കണം, അത്യാവശ്യം കണ്ടന്റ് എഴുതാൻ അറിയണം. നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കണ്ടന്റ് റൈറ്ററിനെ ഹയർ ചെയ്യണമെന്നുള്ളൂ. അങ്ങനെ പോയാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് അതൊന്നും എനിക്ക് നോളജ് ഇല്ലാത്ത ഏരിയയാണ്. ഞാൻ തുടങ്ങിയ നമ്മള് ഇ കോമേഴ്സ് മാത്രമേ എനിക്ക് ഇ കോമേഴ്സ് ആണ് എന്റെ ഏരിയ. പക്ഷെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ഇപ്പം ഒരു വർഷം 1-2 ലീഡ് അല്ലെങ്കിൽ 3 ലീഡൊക്കെ ഞാൻ സെല് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് എനിക്ക് കിട്ടുന്ന കമ്മീഷൻ ആ ഡീല് നടക്കുന്ന അത്രയൊന്നും കിട്ടത്തില്ല. അതിന്റെ പുറകെ നിന്നാലേ അത് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ലീഡിന് കിട്ടും. ലീഡ് കിട്ടുമ്പോൾ നമുക്ക് ഇത്ര ചിലപ്പോൾ ഒരു 5 lakhs ആയിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു പെർസെന്റേജ് ആയിരിക്കാം. പെർസെന്റേജ് ഫ്ലാറ്റ് റേറ്റ് എന്നല്ല പറയുന്ന ഒരു പെർസെന്റേജ്. അപ്പോൾ ഇത് അഫ്സൽ അത് ചെയ്യുന്നത് ഇപ്പോൾ HNISന്റെ ഈ മെയിൽസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് അവരെ മീൻസ് ഇൻഫർമേഷൻ പോലെ അവർക്ക് മെയിൽ ചെയ്ത്. പക്ഷേ സ്പാമിങ് ആകുന്നത് HNISന്റെ മെയിലൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അയക്കണം. അതായത് ആ മെയിൽസ് ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? ആ മെയിൽസ് അയക്കാൻ നമ്മൾ എന്തൊക്കെ വഴികളുണ്ട്. ലീഡ് മാഗ്നറ്റ് അയക്കുന്ന ഒരുപാടില്ലേ. അല്ല, നീഷ് നോക്കണം. എന്റർടൈൻമെന്റ് നീഷിൽ എത്ര എന്റർപ്രണേഴ്സ് ഇവിടെ ഉണ്ട്, എത്ര പേര് നമ്മുടെ മലയാളീസ് തന്നെ എത്ര പേരുണ്ട്. അവരൊക്കെ നമ്മൾ പിന്നെ പേഴ്സണലൈസ്ഡ് അവരുടെ മെയിൽ കിട്ടും. പിന്നെ ഏതെങ്കിലും രീതിയിൽ അവർ തന്നെ സബ്മിറ്റ് ചെയ്താൽ അത്രയും നല്ലത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇമെയിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് അവരൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. ഞാൻ കളക്ട് ചെയ്യുന്നത് ലീഡ് മാഗ്നറ്റ് വഴിയാണ്. അപ്പോൾ അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കത് മേ ബി അതിനെ കുറിച്ചൊരു അവയർനെസ് അഫ്സൽ കൊടുക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരുപാട് പേർക്ക് അത്. ലീഡ് മാഗ്നറ്റിന് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കേരളത്തിൽ ഇപ്പം നമ്മൾ തന്നെ അവിടെ നമുക്ക് ആഡ്സ് ഉപയോഗിക്കാം കേട്ടോ. അതായത് നമുക്ക് അവയർനെസ്, അതായത് ഫേസ്ബുക്കിൽ അത്ര ഓടത്തില്ല. ലിങ്ക്ഡിൻ എടുത്തിട്ട് ലിങ്ക്ഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് ഒരു 10 പ്ലേസ് ലിസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ 10-20 പ്ലേസ് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന് നമ്മൾ ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ഇതിന് ഈ ബുക്ക് ആക്കി കൊടുത്തിട്ട് അതിന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മെയിൽ കൊടുക്കും. ലീഡ് മാഗ്നറ്റ് അങ്ങനെ കൊടുക്കാം. അപ്പം അവര് ഈ ബുക്കിന് വേണ്ടിയിട്ടാണ് ലീഡ് തരുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം, സ്പാമിംഗ് അല്ല. പിന്നെ ഈ ലീഡ് മാഗ്നറ്റ് ആണ് ഇത്. ഞാൻ വിചാരിച്ച ഏതോ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയണേ. ഇത് നമുക്ക് ഈ ബുക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് ആവശ്യമില്ല. ബിഗിനേഴ്സിന് പോകാൻ പറ്റുന്നത് ഈ ഒരു രീതിയിൽ കൊടുക്കണം. ഞാനിപ്പോഴും ഈ രീതിയിൽ തന്നെ പോകുന്നത്. സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒരു ബ്രോഡ്കാസ്റ്റിംഗ് മോഡൽ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഡീല് നടക്കത്തില്ല. എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കുന്ന രീതി. അതെ, അത് ഓക്കെയാണ്. പക്ഷെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏത് റോഡ്, ഏത് ലൊക്കേഷൻ, ആ ലൊക്കേഷന്റെ മൊത്തം സ്പെസിഫിക്കേഷൻ, സ്കെച്ച്, ഇതെല്ലാം നമ്മൾ അതായത് ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം. എവിടെയാണ് എക്സാക്ട് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊടുക്കണം. അത് വെച്ചിട്ട് നമുക്ക് എന്നാലും മാത്രമേ അതിന് റെസ്പോൺസ് കിട്ടുള്ളൂ അത് ചെയ്യുന്നവർക്ക്. ഇ കൊമേഴ്സ് മാത്രമല്ല, ഈ ഒരു രീതിയിൽ സർവീസ് ചെയ്തിട്ടാണെങ്കിലും ഞാൻ കണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ സർക്കിളിലൊക്കെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ വാങ്ങുന്നത് ഇ കോമേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന DTC ഇ കോമേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പെർട്സ് ആണ്. മീൻസ് എസ്പെഷ്യലി പെർഫോമൻസ് മാർക്കറ്റേഴ്സ്. ഇപ്പോൾ അവരുടെ പെയ്ഡ് ആഡ്സ് ഹാൻഡിൽ ചെയ്യുക, ആ പെയ്ഡ് ആഡ്സിൽ ഇപ്പം സെയിൽസ് ജനറേറ്റ് ചെയ്യുക. അതിന് അവർക്ക് ഇപ്പോൾ എനിക്കറിയാമെന്നുള്ള എൻ്റെ ഈ നമ്മളെ ആപ്റ്റുണ്ടാക്കി തന്നെ എൻ്റെ സീനിയർ ലെവലിലൊക്കെ നിൽക്കുന്നവർ മിക്കവരും നമ്മൾ ഒരു കൊളാബ് പോലത്തെ വർക്കിംഗ് ആണ് ചെയ്യുന്നത് അതിനകത്ത്. ഇപ്പോൾ കാരണം അവരെ പിടിച്ച് നിർത്താൻ സീനിയർ ലെവലിൽ ഒരു ഓൺ എംപ്ലോയി ആണെങ്കിൽ ആശയം അവരെ നിർത്താൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനേക്കാളും നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രീലാൻസേഴ്സും ആയിട്ടുള്ള കൊളാബ്സ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ അവരാണ് പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള ടീമിനെയൊക്കെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോജക്ട്സ് ആയിട്ടൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ
ഈ ഒരു ഫീൽഡ് നിൽക്കുന്നവർക്ക് ഇപ്പോൾ അവരുടെ ഒരു ക്ലയൻറ്റ് ചിലപ്പോൾ US ക്ലയൻ്റ് ആയിരിക്കും. US ക്ലയൻറ്റിന് ഒരു മിനിമം ഒരു $10,000 പെർ മന്ത് ഒരു ആഡ് സ്പെൻഡ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഉദ്ദേശം ആ $10,000 സ്പെൻഡ് ചെയ്ത് ഒരു $30,000 $40,000 റവന്യൂ എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നവർക്ക് അവർ $2,000 ഈസി ആയിട്ട് അവർ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു 2 ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു $4,000 $5,000 അടുപ്പിച്ച് അവർക്ക് ഈ ഫ്രീലാൻസ് നിൽക്കുന്നവർക്കൊരു ഫീ അവർക്ക് മന്ത്ലി റിട്ടേൺ കിട്ടി. അപ്പോൾ അത് അവരെ വീട്ടിൽ നിന്ന് ഇതേപോലത്തെ ഒരു സോഫ ഇരുന്നായിരിക്കും ചെയ്യുന്നത്, ചിലപ്പോൾ ബെഡിൽ ഇരുന്നായിരിക്കും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും അവർ ട്രിപ്പ് പോകുമ്പോഴായിരിക്കും ഈ ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നൊവാഡ് ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഫ്രീഡത്തിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ആ ഒരു ഫ്രീഡത്തിൽ ചെയ്യുന്ന പലരെയും ആക്ച്വലി നമ്മളുടെ കമ്പനീസിലോട്ടൊക്കെ വിളിക്കുമ്പോൾ പോലും അവർ വരത്തില്ല. അവർ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കൊളാബായിട്ട് ചെയ്യാൻ പറ്റും, ഞാൻ ഒരു റെഗുലർ എംപ്ലോയി ആയിട്ടില്ല, അത് നല്ല റെമുനറേഷൻ കൊടുത്താൽ പോലും വരില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു 4-5 ക്ലയൻറ്റ് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ അത് അവരുടെ ആ ഒരു റെമുനറേഷനേക്കാളും അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ആ ഫ്രീഡവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു മോഡൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ വളരെ എന്താ പറയുക, നമുക്ക് ഫ്രീഡം, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കംഫർട്ടബിളും ഒരു നമുക്ക് റെമുനറേഷനും കിട്ടുന്ന ഒരു മോഡല്. അപ്പോൾ അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പെർഫോമൻസ് മാർക്കറ്റിങ്ങിലാണ് നിന്ന് ചെയ്യുന്നത്. ഇപ്പോൾ കോണ്ടന്റ് ഒക്കെ ആണെങ്കിൽ അതൊരു സിംഗിൾ പേഴ്സൺ അല്ല, അതൊരു ടീമിന്റെ ഒരു എഫേർട്ടോടെ വേണം അല്ലേ. നമുക്ക് കോണ്ടന്റ് മാർക്കറ്റിംഗിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ഫേസ് കാണിച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അതേപോലെ അല്ല എല്ലാവരും. അപ്പോൾ പലർക്കും അവരുടെ ഓൺ വോയിസ് തന്നെ തിരിച്ചു കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവർക്ക് ടാലന്റ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പറഞ്ഞത് SEO പിന്നെ പെർഫോമൻസ് മാർക്കറ്റിംഗ് വഴിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഇമെയിൽ മാർക്കറ്റിംഗിന് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചാൽ ഇമെയിൽ മാർക്കറ്റിംഗ് വഴിയും നമുക്ക് പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ല ഗൂഗിൾ ആഡ്സും അല്ലാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാക്കി എല്ലാം പോയാലും നമുക്ക് ഇമെയിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് വേണമെങ്കിലും സർവീസ് ചെയ്യാം. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചില അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ കാര്യങ്ങളല്ലേ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഷോപ്പിഫൈയിൽ, ഇപ്പം ഷോപ്പിഫൈ പ്ലസിനെ ഞാൻ ഒരാൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെ അറിയണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ വലിയൊരു ബ്രാൻഡിനെ വെറുതെ റെഫർ ചെയ്തു ഷോപ്പിഫൈക്ക് വേണ്ടിയിട്ട്, ഈ ഇമെയിൽ ID അയച്ചിട്ട് പറയും ഇവർക്ക് ഷോപ്പിഫൈ പ്ലസ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നൊന്നും പറയുന്നില്ല, ആവശ്യമുണ്ടെന്നങ്ങ് പറയും. ഓക്കെ, അന്നേരം അവരിങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, ഞങ്ങളുടെ പ്രൈസിങ് അവർക്ക് അറിയാവോ, യെസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് എടുത്തിട്ട് അവർ തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്തോളൂ. അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ അവർ പേ ചെയ്യുന്നതിന് 20% നമുക്ക് കിട്ടും. അതായത് ഷോപ്പിഫൈ പ്ലസ് എന്ന് പറഞ്ഞാൽ നിയർലി 2 lakhs ആണ്. അപ്പോൾ അതിന് 20% നമുക്ക് മന്ത്ലി 40,000 രൂപ എടുത്ത് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കും. അത് ഷോപ്പിഫൈ പാർട്ണറിനകത്ത് നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോപ്പിഫൈ പാർട്ണർ ഉണ്ടായിരിക്കും. അല്ല, ഷോപ്പിഫൈ പാർട്ണറിൽ നിന്ന് നമ്മളൊരു സ്റ്റോർ ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോപ്പിഫൈ പാർട്ണേഴ്സിൽ നമുക്ക് ലീഡ്സ് എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് കൊടുത്താൽ മതി. അങ്ങനെ എനിക്ക് എന്താ പറയുക, കോയിൻസിഡൻഷ്യൽ ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഒരു 5 ലീഡൊക്കെ അപ്രൂവ് ആയി കിടപ്പുണ്ട്. അപ്പൊ അത് എന്താ പറയാ, അതെങ്ങനെ വന്നോണ്ടിരിക്കും, അവരെന്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് തീരും. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഇതൊക്കെ ഇതിന്റെ ഒരു പാർട്ടല്ലേ. നമ്മളിപ്പോ ഈ ഒരു നമ്മളുടെ സീറോ ഇൻവെസ്റ്റ്മെന്റ്, അതെ സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മളൊരു പെർഫോമൻസ് മാർക്കറ്റർ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്ലയന്റിനെ ഇപ്പോൾ പോകുമ്പോൾ ഇപ്പോൾ ആദ്യം ഒരു ക്ലയന്റ് വേർഡ്പ്രസ്സിൽ വരെയാണ്. ഇപ്പോൾ വേർഡ്പ്രസ്സിൽ വന്ന ക്ലയന്റിൻ്റെ അടുത്ത് നമ്മൾ പറയണം, ഓക്കെ നിങ്ങൾ വേർഡ്പ്രസ്സിൽ നിൽക്കേണ്ട, മേ ബി നിങ്ങളുടെ ട്രാഫിക് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് ടീമൊന്നും ഇല്ലെങ്കിൽ വേർഡ്പ്രസ് നിൽക്കേണ്ട ആവശ്യമില്ല, ഷോപ്പിഫൈയിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മളൊരു റിഫറൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ റിഫറൽ പിന്നെ നമുക്കാണ് വരുന്നത്. നമ്മൾ പിന്നെ ഏതൊക്കെ ആപ്പുകൾ അവർ പറയുന്നു അതെല്ലാം നമുക്ക് അപ്പോൾ ആ ഒരു ജേണിയാണ് നമുക്ക് ആ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കൂടെ നമുക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ മാത്രം വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാം. പിന്നെ ഞാൻ കൂടുതൽ നോക്കുന്നത് അതല്ലാതെ നമുക്ക് ഏതെങ്കിലുമൊക്കെ റെഫർ ചെയ്യും. ഇപ്പൊ നമുക്ക് പോലും ഡിസൈനോ അല്ലെങ്കിൽ ഡെവലപ്മെന്റോ ഒന്നും ക്ലയന്റ് അല്ലാത്ത ആൾക്കാരെ നമുക്ക് റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. അവരോരും അറിയുന്നില്ല. അപ്പൊ അവരെന്തായാലും പേ ചെയ്യാനുള്ളത് പേ ചെയ്യണം, അവർ അധികം ഒന്നും പോകുന്നില്ല. ഞാൻ ഷോപ്പിഫൈ ഇതിലുണ്ട്, എന്റെ റെഫറൽ എനിക്കുണ്ട്. ഞാൻ അത് ഇമ്പാക്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിലല്ലേ ചെയ്യുന്നത്. ഇമ്പാക്റ്റിലാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പേര് എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ആരൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതെല്ലാം നമ്മളെന്താ ചാനലും ലിങ്ക്ഡിനോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന ഇതായിരിക്കാം അല്ലേ, അവിടെ നിന്നൊക്കെ. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വരുന്ന സ്റ്റുഡൻസ് ആയിരിക്കാം, യൂട്യൂബിൽ നിന്ന് വരുന്നതായിരിക്കാം.
അപ്പോൾ ആരൊക്കെ എടുക്കുന്നുണ്ട്? യൂട്യൂബിൽ ഇപ്പം എനിക്കൊരു 5000 സബ്സ്ക്രൈബേഴ്സ് കാണും. എന്റെ വീഡിയോസ് കാണുന്നത് നിയർലി വളരെ കുറച്ച് ആൾക്കാരെ വീഡിയോസ് കാണുന്നുള്ളൂ. ഓക്കെ. പക്ഷെ അവര് അതിൽ ഇത് ചെയ്യുന്നുണ്ട്, സൈനപ്പ് ചെയ്യുന്നുണ്ട്, ഷോപ്പിഫൈയിൽ സൈനപ്പ് സൈനപ്പ് ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. അത് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ത്യൻ സ്റ്റോറാ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 25% അങ്ങനെ എന്തോ കിട്ടും. എന്ന് വെച്ചാൽ 2500. ഇന്ത്യയിൽ കുറവാണ്, ഇന്ത്യയിൽ കുറവാണ്. പക്ഷെ GCC, GCC യൂറോപ്പ്, കിട്ടും. അതെ, നോർത്ത് അമേരിക്കയൊക്കെയാണ് കൂടുതൽ. പിന്നെ ഒരു സ്റ്റോറിന് അത്ര കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവര് അല്ല അവിടെ നിന്നുള്ളവരുടെ ക്ലിക്കാണ് വരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടും. പിന്നെ നമ്മുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്താ, നമ്മുടെ കണ്ടന്റ് നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പെയ്ഡ് അല്ലാത്ത രീതി ഏതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആദ്യം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെയ്ഡ് കണ്ടന്റിലേക്ക് പോവാം. ബിഗിനേഴ്സിനൊക്കെ നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. കണ്ടന്റിന് ആദ്യം ഓർഗാനിക് ആയിട്ട് ശ്രമിക്കുക, പിന്നെ പെയ്ഡ്. അതെ, മീൻസ് അതിന് മുമ്പ് അവരൊരു സെൽഫായിട്ട് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു നോളജ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്. എന്നിട്ട് അത് ബേസ് ആയിട്ട് കോണ്ടന്റ് ബിൽഡ് ചെയ്യുക. ഇപ്പൊ ഏറ്റവും നല്ലത് ഇതാട്ടോ. ഞാൻ പറഞ്ഞ കണ്ടന്റ് മാർക്കറ്റിംഗിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണമല്ലോ. അതിന് എവിടെങ്കിലും ഒരു ക്ലയന്റിന് നമ്മൾ പിച്ച് ചെയ്തിട്ട് അവിടെ ഇത് പഠിച്ച് അവർക്ക് വേണ്ടിയിട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും അത് എക്സ്പീരിയൻസ് ആവും. അപ്പൊ അവരുടെ നിന്ന് ആദ്യമേ നല്ലൊരു എമൗണ്ട് ഒന്നും നമ്മൾ വാങ്ങാൻ നിൽക്കരുത്. പഠിക്കുന്ന രീതിയിൽ അതിനെ കാണുക. അല്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ, ഇപ്പോൾ ഞാനിത് മിക്കവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു രീതിയിൽ പോകുന്നവരുണ്ട്. ഇപ്പോൾ ഇവർ ഫസ്റ്റ് 100 ഓർഡേഴ്സ് എത്തിയതിന് ശേഷം ഇപ്പോൾ ഓക്കെ ഉടൻ തന്നെ ഒരു ഫ്രീലാൻസിങ്ങിലോ ബിസിനസ്സിലോ കയറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് എന്നിട്ട് അവർ വേണമെങ്കിൽ ഒരു 1 ഇയർ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക, നല്ലൊരു ഏജൻസി പോയി വർക്ക് ചെയ്യുക. ഈ ഫസ്റ്റ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി അവരൊരു ലിങ്ക്ഡിനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ലൊരു ഏജൻസിയിൽ അവർക്കൊരു ബിഗിനർ ജോബിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഏജൻസി പുതിയ അക്കൗണ്ട്സുകൾ അവരെ കൊടുക്കും ഒന്ന് അവരെ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ നിന്നൊരു 2 ഇയേഴ്സ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവും. പഠിക്കുമല്ലോ. പിന്നെ അതിൽ നിന്നും അവരൊരു ഈ ഒരു വേണമെങ്കിലും GCCയിലൊക്കെ പോയിട്ട് 2 വർഷം കൂടെ വർക്ക് ചെയ്യാം, 1-2 വർഷം കൂടെ വർക്ക് ചെയ്യാം. അപ്പോൾ കയ്യിൽ കുറേ നല്ലൊരു ഫണ്ട് ഉണ്ടാവും. അതിനുശേഷം ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഏജൻസിയിലോട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അത് സൂപ്പറായിട്ട് നമുക്ക് ഏജൻസി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ക്ലയന്റ് അപ്രോച്ച് ചെയ്തത്, കാരണം ആ ഏജൻസിയിൽ നിന്ന് പിന്നെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏതെങ്കിലും ക്ലയന്റ് കാണും. അവര് നമുക്ക് എന്തുകൊണ്ടാണ് സാറ്റിസ്ഫൈഡ് അല്ലാത്ത എന്നുള്ളത് നോക്കിയിട്ട് പിച്ച് ചെയ്യാൻ പറ്റും. അപ്പം മിക്കവാറും സാറ്റിസ്ഫാക്ഷൻ വരാത്ത കമ്മ്യൂണിക്കേഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ എൻ്റെ കൂടെ ചോദിക്കുന്ന കുറേ ആളുകൾക്ക് ഇപ്പോൾ ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങളൊരു തുടങ്ങുമ്പോൾ നിങ്ങളൊരു ലേണിംഗ് ഫേസിൽ നിന്നൊരു 100 ഓർഡേഴ്സ് എടുത്ത് അതിനെ ഒന്ന് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്തിട്ട് അതിനെ ലിങ്ക്ഡിൻ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ കറക്റ്റായിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുക. അല്ലെങ്കിൽ ചില മിക്കവർക്കും എല്ലാവർക്കും ഒരു മീൻസ് എല്ലാവർക്കും ഫേസ് കാണിക്കാനൊക്കെ ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരു ഇതുണ്ടാവും, എല്ലാവർക്കും അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലിങ്ക്ഡിനിൽ തന്നെ അവർക്ക് വളരെ നല്ല രീതിയിൽ അത് ഡോക്യുമെന്റ് ചെയ്യാം. 100 ഓർഡേഴ്സ് ഡോക്യുമെന്റ് ചെയ്യുക. അത് വെച്ചിട്ടൊരു ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു ഇ-കോമേഴ്സ് കമ്പനിയിലോ ജോബ് അപ്ലൈ ചെയ്യുക. അവിടെ വേണമെങ്കിൽ 1 വർഷമൊക്കെ നിന്നിട്ട് അവർക്ക് വേണമെങ്കിൽ ഒരു ഫ്രീലാൻസിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഏജൻസി ആയിട്ടോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവും ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ വന്ന ആക്ച്വൽ ജേർണി എന്ന് പറയുന്നത് നമ്മളൊരു ഹാർഡ് വഴി കൂടെയാണ്. അതെ, ഇപ്പോൾ ഇതാകുമ്പോൾ നിങ്ങൾക്കൊരു എക്സാക്ട് റൂട്ട് ഉണ്ടാവും. ആരെയാണ് നമ്മൾ പിച്ച് ചെയ്യേണ്ടത്, ഏത് ബിസിനസ്സുകാരെ പിച്ച് ചെയ്യേണ്ടത്, എങ്ങനെ ഒരു ഹൈ പേയിങ് ക്ലയൻറ്റിലോട്ട് നമുക്ക് എത്താം, അങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയ കംപ്ലീറ്റ് ആയിട്ട് അവർക്കുണ്ടാവും. അപ്പോൾ ആ ഐഡിയയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. എനിക്ക് കണ്ടന്റ് മാർക്കറ്റിംഗിലൂടെ അതിന്റെ കൂട്ടത്തിൽ ഒരു കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാമല്ലോ. അതിൽ കുറച്ച് ഇതേപോലുള്ള ക്ലയൻസ് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്തിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ അടുത്തൊന്നും നമ്മൾ പിന്നെ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് കൺവേർഷൻ ഉറപ്പാണ് അവിടെ. അപ്പൊ പക്ഷെ അതിലോട്ട് എത്താൻ കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇനി ഇപ്പോൾ ഒരു ബിഗിനറിന് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു ഏരിയയിലോട്ട് എസ്പെഷ്യലി പെയ്ഡ് ആഡ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോം ആയിരിക്കും അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്? കോസ്റ്റ് എഫക്റ്റീവ് മെറ്റാഡ്സ് തന്നെ. 100 രൂപയ്ക്ക് തന്നെ നമുക്ക് ആഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. 100 രൂപയ്ക്ക് നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് നമുക്ക് എത്താം. അത് തന്നെ മതിയാവും. 100 രൂപയ്ക്ക് കസ്റ്റമറിനെ കിട്ടിയതൊന്നും ഉറപ്പൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാം. മെറ്റാഡ്സ് തന്നെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം മെറ്റാഡ്സ് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഗ്രാജുവലി അത് സ്കെയിൽ ചെയ്ത് മുന്നോട്ട് പോവാം. ഈവൻ ആ ഫസ്റ്റ് ലേണിംഗ് ഫേസിൽ തന്നെ അവർക്ക് ആ ഒരു ഏരിയ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അവിടെ KPIs ഒക്കെ വരുന്നത് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇംപ്രഷൻ എന്ന് പറയുന്നതും 1000 പേര് കാണുന്നു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല എന്നുള്ളതൊക്കെ അവിടെ നിന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക. എത്ര പേര് നമ്മുടെ ക്രിയേറ്റീവ് സ്പേസിൽ
പിന്നെ എങ്ങനെ അവരുടെ അറ്റൻഷൻ കിട്ടണം, അതിൽ എത്ര പേര് ക്ലിക്ക് ചെയ്യുന്നു, പറഞ്ഞ ആ KPIs എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന അവിടെ നിന്ന് തന്നെയല്ലേ. മറ്റേ ഈ ഗൂഗിൾ ആഡ്സ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ആക്ച്വലി. ബട്ട് അതും ഒരു ലെവലിൽ അത് ചെയ്ത് പഠിക്കാമെങ്കിൽ നല്ലൊരു പൊട്ടൻഷ്യലാണ്. കാരണം ഗൂഗിൾ ആഡ്സിൻ്റെ ഞാൻ കണ്ടിട്ടുള്ളത് ഗൂഗിൾ ആഡ്സിൻ്റെ ചെയ്യുന്ന മാർക്കറ്റേഴ്സിന് ഭയങ്കര ഡിമാൻഡാണ്, മീൻസ് എക്സ്പെർട്സ് മാർക്കറ്റേഴ്സിന്. കാരണം അത് ഗൂഗിൾ ആഡ്സിനകത്ത് തന്നെ ഈ പ്രോഗ്രമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ആ ബിഡിങ് ഒക്കെ കറക്റ്റായിട്ട് വെക്കാനും, അപ്പോൾ അതിനൊക്കെ അവർക്കൊക്കെ ഒരു ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഗൂഗിൾ ആഡ്സ് കോൺഫിഗറേഷൻ ഒക്കെ കോസ്റ്റ്ലി ആണ്. നമ്മൾ എസ്പെഷ്യലി ഇപ്പോൾ ഹൈ ടിക്കറ്റ് പ്രോഡക്ട്സ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ ഒരു 50,000 രൂപ പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഫർണിച്ചർ ബ്രാൻഡ് വന്നേക്കുന്നത്, അവരുടെ പ്രോഡക്ട്സ് എല്ലാം മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന 25,000 ആയിരിക്കും. ഇപ്പോൾ ഇതേപോലത്തെ ഒരു സോഫ അത് മീൻസ് ഡയറക്റ്റ് സെയിൽ വരുന്ന ഒരു പെപ്പർഫ്രൈ പോലത്തെ ഒരു ബ്രാൻഡ്. അപ്പൊ അത് അവരൊക്കെ കൂടുതലും ഗൂഗിൾ ആഡ്സിലാണ്. അവരുടെ മെയിൻ സ്പെൻഡ് ഇപ്പോൾ ഗൂഗിൾ ആഡ്സ് ആയിരിക്കും. കാരണം ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഇപ്പൊ മാട്രസ് ബ്രാൻഡ്സുകൾ, ഇപ്പൊ സ്ലീപ്പ് വെൽ പോലുള്ള ബ്രാൻഡ്സുകളില്ലേ, ഇവര് ഗൂഗിൾ ആഡ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അവർ സ്പെൻഡ് ചെയ്യും. ഗൂഗിൾ ആഡ്സിൽ നിന്ന് വരുന്ന ഒരാൾ പിന്നെ വെറുതെ വന്ന് പോകില്ല. അതെ, നമ്മൾ കൊടുക്കുന്ന ഇന്റർനെറ്റ് ബൈയിങ് ആയിരിക്കും, വാമാണ് അവര്. ചിലപ്പോൾ ആ സ്പോട്ടിൽ അവർക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഇതുണ്ടാവില്ല, പൈസ അല്ലെങ്കിൽ അങ്ങനെ ഫണ്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ ബേസ്ഡ് ആയിരിക്കും ഇല്ലാത്തത്. പക്ഷെ അവർ ആവശ്യക്കാരാണ്. അവര് എന്ത് ചെയ്യണം, നമ്മുടെ സൈറ്റിൽ ഡാറ്റാ സെറ്റ് ഒക്കെ ഉണ്ടല്ലോ, അവരെ നമ്മൾ മെറ്റയിൽ റീടാർഗറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് അവരെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാം. അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. അവിടെ നിന്ന് വിട്ട് ഗൂഗിളിൽ നിന്ന് തുടങ്ങാം, മെറ്റയിൽ നർച്ചർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് മെറ്റേന്നാണ് അവർക്ക് ആക്ച്വലി ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ മെറ്റേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. GCC-ലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഒരു ഉപകാരമാണ് ടിക്ടോക്ക്. ടിക്ടോക്ക് പക്ഷേ ഇന്ത്യയിൽ ആക്സസ് ടിക്ടോക്കും അതെ, ടിക്ടോക്ക് അവിടെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, മെറ്റ പോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കുറെ കൂടെ എൻഗേജ് ചെയ്യാൻ അടുത്ത ഓഡിയൻസ് ഒക്കെ. അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് മീൻസ് പക്ഷേ ടിക്ടോക്ക് നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം VPN ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. അല്ല, എൻ്റെ ഒരു ഏജൻസി ചെയ്യുന്ന ആക്ച്വലി വേറെ ഒരു മോഡലാണ്. അത് നമുക്ക് വീഡിയോ കൂടെ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു സെർവർ സൈഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആണ് ചെയ്യുന്നത്. കാരണം VPN വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പെയ്ഡ് VPN ആണെങ്കിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു VPN ഒരു ദിവസം ഒരു ലൊക്കേഷൻ ആയിരിക്കും, വേറെ ദിവസം വേറെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു ലൊക്കേഷൻ ആണ്. പെയ്ഡ് VPN-ലും അങ്ങനെയാണ് വരുന്നത് മിക്ക ഇതിലും. കാരണം ലൊക്കേഷൻ മാറും. ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്ത്യയാണ് VPN ഉപയോഗിച്ച് ചെയ്യണമെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് ഒരു ദിവസം കിട്ടിയ നമുക്കൊരു ലൊക്കേഷൻ കേരള ആയിരിക്കും, ചിലപ്പോൾ അടുത്തത് ഡൽഹി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചിലപ്പോൾ ആഡ് അക്കൗണ്ട് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. വലിയ അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ റിസ്ക് എടുക്കാൻ അക്കൗണ്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്, ഡെസ്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ക്ലയന്റിന്റെ സൈറ്റിൽ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ ഈ ആഡ് ബ്ലോക്ക് ആകുമ്പോൾ മൾട്ടി ലൊക്കേഷനിൽ നിന്നൊക്കെ ലോഗിൻ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആവുമല്ലോ. നമ്മൾ ഈ സെർവർ സൈഡ് AWS വെച്ച് കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ അത് കുറച്ചുകൂടെ ടെക്നിക്കലായി ഇപ്പൊ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു. അല്ല, അത് ടിക്ടോക്കിന്റെ കാര്യം നമ്മൾ വീഡിയോ കൂടെ പറയുന്നത് ശരിയല്ല. ടിക്ടോക്ക് എങ്ങനെ യൂസ് ചെയ്യണം ഇവിടെ ബാനാണ്, ഇന്ത്യയിൽ ബാനാണ്. അപ്പോൾ അപ്പോൾ മെറ്റ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ മെറ്റയിൽ നിന്ന് അവർക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. ഹൈ ടിക്കറ്റ് ക്ലയന്റ് ഒന്നും നമുക്ക് മെറ്റയിൽ ആഡ്സ് വഴി കിട്ടണമെന്നില്ല. അപ്പൊ അതിന് നമ്മൾ അടുത്ത മാർഗങ്ങൾ അല്ല, അത് ഞാൻ പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ടിംഗ് അല്ലേ, അവർ സ്റ്റാർട്ടിംഗ് ഫേസ് തുടങ്ങുമ്പോൾ ഇപ്പോൾ മേ ബി അതൊരു ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരാള് ഇപ്പോൾ നമ്മുടെ ടോപ്പിക് കംപ്ലീറ്റ്ലി അങ്ങനെയാണല്ലോ, ഒരു ബിഗിനറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്കൗട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ പോയിന്റ് തന്നെ. അപ്പോൾ ഇത് ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ ആളോ അല്ലെങ്കിൽ ഇപ്പം ഫസ്റ്റ് ഡിഗ്രിക്ക് മുമ്പ് തന്നെ ഇന്ന് പലരും ഈ ഒരു ഓപ്ഷനിലോട്ട് ഇറങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു 10ാം ക്ലാസ്സിലുള്ളവർക്ക് ഈ നോളജ് ഒക്കെ ഉണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ ഉള്ളത് അവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ പിന്നെ ലീഗൽ തിങ്സ് ഒക്കെ വരുമ്പോൾ മാത്രം ഒരാളുടെ സപ്പോർട്ട് വേണമെന്നില്ല. അത് മേ ബി അവർക്കൊരു അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഒരു കോഴ്സിലോട്ട് തന്നെ ആദ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട്. ഇപ്പൊ എല്ലാ സിറ്റീസിലും കോഴ്സസ് ഉണ്ട്, അത് റെലവെന്റ് ആയിട്ടുള്ള കോഴ്സസ്. ഇപ്പൊ അജു തന്നെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ പ്രിഫർ ചെയ്യുന്നതല്ല, അത് എന്തായാലും ഒരെണ്ണം എടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയിട്ട് പഠിച്ചാലും അതൊരു ഇതല്ല, ഒരു എന്താ പറയാ, നമ്മളിപ്പം കോളേജിൽ പോയിട്ട് നമ്മൾ എത്ര ലക്ഷം രൂപ നഷ്ടമല്ല. 3 months ഒക്കെ 3 years അല്ല, ഒരു കോളേജിൽ പോയിട്ട് ഇത്ര ലക്ഷം രൂപയാണ് നമ്മളവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ചാലും അവിടെ ഒരു സ്കില്ലാണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യുന്നത്. മേ ബി പ്രാക്ടിക്കൽസ് ഇപ്പം ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറവാണെങ്കിലും മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്, മേജർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ. അപ്പോൾ
അവർക്കൊരു എക്സ്പോഷർ ഉണ്ടാവും അല്ലേ? ഞാൻ സ്വന്തമായിട്ട് ഇത് പഠിക്കാൻ ഇപ്പം വേർഡ് പ്രസ് തന്നെ പഠിക്കാൻ 2 വർഷം എടുത്തു. സ്ട്രക്ചർ ഇല്ല, എവിടേക്കോ എന്തൊക്കെയോ പഠിക്കും, പിന്നെ കുറെ മിസ്റ്റേക്ക് വരുമ്പോൾ അത് പോയി സെർച്ച് ചെയ്ത് പഠിക്കലാണ്. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ നമുക്ക് സ്ട്രക്ചർ ആയിട്ടുള്ളത് കിട്ടും. അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത് എന്ത് ചെയ്യണം, ആ സ്ട്രക്ചർ കിട്ടും. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാം, ടൈം സേവിംഗ് ആണ് നടക്കുന്നത്. അതൊരു 3 months അല്ലെ 6 months ഉണ്ടോ എന്നറിയില്ല കോഴ്സ്. 6 months ഉണ്ട്. നമ്മൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ആഡ്സോമിയ പ്ലാറ്റ്ഫോം അവരുടെ പോഡ്കാസ്റ്റ് ആഡ്സോമിയക്ക് 6 months അല്ലേ? അപ്പോൾ അത്രയും ടൈമിൽ പോവാന്നുണ്ടെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ടൈം സേവ് ചെയ്യുക, അതാണ് കോഴ്സ് പഠിക്കുന്നതിനകത്തുള്ള ഗുണം. അതിന് അത് ചെയ്യാൻ പറ്റും. അത് നല്ല രീതിയിൽ നല്ല സ്ട്രക്ചറായിട്ട് കൊടുക്കുന്നവരുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് പഠിച്ചുകൊണ്ട് മാത്രമേ അവർക്കൊരു ഒരു ഹൈ ടിക്കറ്റ് ക്ലയന്റോ അങ്ങനെ പോകണമെന്നില്ല. മേ ബി അവിടെ നിന്ന് ഒരു സ്ട്രക്ചർ പഠിക്കും. അതെ, കാര്യങ്ങൾ മനസ്സിലാക്കാം. കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതും ഞാൻ പറഞ്ഞ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ചത്, ഇപ്പം നമ്മളിപ്പോൾ ഒരു എറർ വരുമ്പോഴല്ല നമ്മളത് ബാക്കി പഠിക്കുന്നത്. ഈ എറർ വരുമെന്നൊക്കെ ഉള്ള കാര്യം നേരത്തെ നമ്മൾ പഠിച്ചു വെക്കണം. അന്നേരം ഒരു എററൊക്കെ വരുമ്പോൾ നമ്മളത് പഠിക്കാൻ കുറേ ചിലപ്പോൾ ആഴ്ചകളും മാസങ്ങളും എൻ്റെ പുറകെ പോയി ചിലപ്പോൾ നമ്മുടെ മൂഡ് തന്നെ പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ അതിൽ നിന്ന് പഠിച്ചിട്ട് അവർക്ക് അടുത്ത ലേണിംഗ് ഫേസിലോട്ട് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് $100 DTC e-commerce ബിൽഡ് ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗിലോട്ട് അവർ കയറുകയാണെങ്കിൽ അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ പോയതിനു ശേഷം പിന്നെ അവർക്കൊരു ജോബിലോട്ട് ലാൻഡ് ചെയ്യാം. ആ ജോബിൽ നിന്ന് എക്സ്പീരിയൻസ് ആയിട്ടൊരു ഫ്രീലാൻസറിങ്ങോ അല്ലെങ്കിൽ ഏജൻസിയിലോട്ടോ പോകുന്നതായിരിക്കും നല്ല റൂട്ട്. പിന്നെ കുറച്ച് ഹസ്ലായിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ലേണിംഗ് ഫേസ് കഴിഞ്ഞ് തന്നെ വേണമെങ്കിൽ ഫ്രീലാൻസ് ചെയ്യാം. കുറച്ച് റിസ്ക് എടുക്കാനും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറായിട്ടുള്ളവർക്ക് അല്ലേ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് ഇതിൽ നിന്ന് ഒരു ഹൈ ടിക്കറ്റ് ക്ലയൻസിലോട്ട്. ഹൈ ടിക്കറ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, നമുക്ക് ഹൈ ടിക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടണം. ഒരു ക്ലയന്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു ഫോറിൻ ക്ലയന്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫോറിൻ ക്ലയന്റ് ഒക്കെ നമുക്ക് കിട്ടണം. അപ്പോൾ അത് അഫ്സലിന്റെ ഒരു അഭിപ്രായം എന്താണ്? മീൻസ് അത് നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. ഹൈ ടിക്കറ്റിന് നമ്മുടെ പിന്നെ റിസൾട്ട് കാണിക്കണം. ഫസ്റ്റ് റിസൾട്ട് കാണിക്കണം. നമ്മളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമുക്ക് നേരത്തെ ഉള്ള നമുക്ക് എന്താ പറയുക, കേസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കണം അല്ലേ? കേസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കണം. പിന്നെ ഹൈ ടിക്കറ്റ് ക്ലയൻറ്റ് ഒരുവിധം റീച്ച് ചെയ്യാൻ കുറേ ടൂൾസ് ഉണ്ട്. ഈ വെബ് സ്ക്രാപ്പിംഗ് ടൂൾസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ടെക്നോളജി സൈഡ് ബാക്ക് എൻഡ് നോക്കുന്ന ടൂൾസുകളുണ്ട്. ഏറ്റവും ഇത് പറയുന്നത് ബിൽറ്റ് വിത്ത് എന്നൊക്കെ പറയുന്നിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. അതിൽ നമുക്കിപ്പം അതിനകത്ത് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ടെക്നോളജി നോക്കുക. ആ ടെക്നോളജി ഇപ്പോൾ അത് e-commerce ആയിക്കോട്ടെ അല്ലെങ്കിൽ വെബ്സൈറ്റ് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ. അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ നോക്കുക, കമ്പനീസ് നോക്കുക. ഈ കമ്പനീസിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുക. അവരിതേ സിമിലർ ആയിട്ടുള്ള ടെക്നോളജീസ് അല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാം. അതായത് അവരുടെ സൈറ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യണം. ആദ്യം ചെയ്തിട്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട് റെലവൻ്റ് ആയിട്ടുള്ള ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യും. ഞാൻ ഇമെയിലിൽ തന്നെ എപ്പോഴും ഒരു വെപ്പണായിട്ട് കാണുന്നത് അതിലേക്ക്. അതായത് ഒരിക്കലും നമുക്ക് വാട്സപ്പ് വഴിയൊന്നും ഇത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. അതായത് അതിന് സ്പാമിംഗ് ആയിട്ട് കാണാം. അപ്പോൾ ഇമെയിൽ വഴി അവർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ കോമ്പറ്റീറ്റർ വെബ്സൈറ്റിനേക്കാൾ ഇത്ര പുറകിലാണ്, അല്ലെങ്കിൽ എന്താണോ അതിനകത്ത് നമുക്കൊരു പോരായെന്ന് തോന്നുന്നത്. അപ്പം പക്ഷേ എൻ്റെ ഒരു കോൺസെപ്റ്റ് പറയട്ടെ, ഹൈ ടിക്കറ്റിന് നമ്മൾ അങ്ങോട്ടല്ല വരേണ്ടത്, അവർ ഇങ്ങോട്ടാണ് വരേണ്ടത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ കമ്പനി ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഹൈ ടിക്കറ്റ്സ് എല്ലാം അങ്ങനെ ഇങ്ങോട്ട് വന്നവരാണ്. അതൊരു നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ നല്ലൊരു. അതെ, അപ്പോൾ അത് കൂടുതലും നമുക്ക് വന്ന റിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ക്ലയൻറ്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്തു, അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ വേറൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിലുള്ള ആരെങ്കിലും ഇപ്പോൾ മേ ബി അവരുടെ റിസൾട്ട്സ് കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്ത ഏത് ഏജൻസി, അപ്പോൾ അവർ പറയും ഇന്ന ഏജൻസിയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഒരു കൈൻഡ് ഓഫ് ഹൈ ടിക്കറ്റ് നമുക്ക് വരുന്ന റെഫറൻസ്. അത് സ്ട്രൈറ്റ് ലീഡായിരിക്കും, മീൻസ് അത് സ്ട്രൈറ്റ് ബിസിനസ് ആയിരിക്കും. അവരുമായിട്ട് നമ്മൾ അധികം സംസാരിക്കാന്ന് വേണ്ട, എന്നാണ് ഓൺ ബോർഡിങ് ചോദിക്കുക. അത് വേറൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ ഹൈ ടിക്കറ്റ് ക്ലയൻസ് നമുക്ക് ഒരുപാടൊന്നും അവരോട് സംസാരിക്കേണ്ടി വരില്ല. അവർക്ക് ഫുൾ ഡോക്യുമെന്റ്, എന്തൊക്കെ ചെയ്യണം, ഏത് ടൂൾ യൂസ് ചെയ്യണം, ഓൾറെഡി റണ്ണിങ് ആയിരിക്കും. ഫുൾ ഡോക്യുമെന്റ് തരും. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ക്ലയൻറ്റ് നോക്കും, എസ്പെഷ്യലി DTC e-commerce നിൽക്കുകയാണെങ്കിൽ ഒരു ഹൈ ടിക്കറ്റ് ക്ലയൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ അവരിപ്പോൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെറ്റ ആഡ്സിലോ അല്ലെങ്കിൽ ഗൂഗിളോ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എസ്പെഷ്യലി മെറ്റ ആഡ്സ് എടുക്കുകയാണെങ്കിൽ
ഈ മെറ്റാ ആഡ്സിൻ്റെ ഒക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നല്ല പ്രോഡക്റ്റാണ് ഈ IT ക്ലയൻസിന് ഫസ്റ്റത്തെ കാര്യം നല്ല പ്രോഡക്റ്റ് ഉണ്ടാവും. അവർക്ക് നല്ല പ്രോഡക്റ്റും ടീമും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഈ സംഭവം ഇവർ ആദ്യം തുടങ്ങി ബിസിനസ് തുടങ്ങി അങ്ങ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 50 lakhs അല്ലെങ്കിൽ 10K കസ്റ്റമേഴ്സൊക്കെ എത്തുമ്പോൾ ഇവിടെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമേഴ്സ് മെറ്റ ഫൈനലൈസ് ആയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. ഒരു 3% അവരുടെ ഉള്ള 3 to 4% കസ്റ്റമേഴ്സ് ആയിരിക്കും ഇമ്പൾസീവായിട്ട് അവർക്ക് പെട്ടെന്ന് ഉള്ള ബയേഴ്സ്. അപ്പോൾ ആ ഒരു സമയത്തുമ്പോൾ അവരൊരു 50 to 60-70 lakhs ഒക്കെ ക്രോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് ഈ മെറ്റയ്ക്ക് അവരുടെ ഈ അൽഗോരിതത്തിന് കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ബയേഴ്സിനെ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട്. സെക്കൻഡ് സെറ്റ് ഓഫ് ബയേഴ്സിലോട്ടായിരിക്കും അത് പോകേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതുവരെ ഇവർക്കൊരു 5-6 ROIs വന്നുകൊണ്ടിരുന്നത് 50 lakhs കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 lakhs റവന്യൂ കഴിയുമ്പോൾ ഇതൊന്ന് ഡൗൺ ആയി 2-3 പോകും. അപ്പോഴാണ് അവർക്കൊരു മേ ബി അതുവരെ അവർ ഇൻഹൗസ് ആയോ അല്ലെങ്കിൽ വേറെ ഒരു ഏജൻസി ആയിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊന്ന് തിരിച്ച് കയറണം. പിന്നെ അത് എങ്ങനെയാണ് ഒന്ന് വർക്കൗട്ട് ചെയ്യണം, മീൻസ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണോ, ഓഫറിൻ്റെ പ്രശ്നമാണോ, ലാൻഡിംഗ് പേജിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലാക്കിയിട്ട് അവരെ ഒന്ന് സ്കെയിൽ ചെയ്ത് അവരൊന്ന് അപ്സ്കെയിൽ ചെയ്ത് അതെ അവരുടെ അവർ കൊണ്ടുപോയി അവർക്ക് ഒരു മന്ത്ലി ഒരു 1 CR ഇന്ത്യൻ ക്ലയൻ്റാണ് ഒരു 1 CR പ്ലസ് സെയിൽ അവർക്ക് എത്തണം. അതാണ് ഒരു ഹൈ ടിക്കറ്റ്. അപ്പോൾ അവർക്ക് എല്ലാ ടൂളും എല്ലാം ഉണ്ടാവും, എല്ലാ സംഭവം ഉണ്ടാവും. ആ സെയിൽ മാത്രം എത്തിച്ചു കൊടുക്കാനുള്ള കൺസൾട്ടേഷൻ, ആ ഒരു കൺസൾട്ടേഷൻ പ്ലസ് ആ ഒരു എക്സാക്ട് വർക്കാണ് ഹൈ ടിക്കറ്റ്. നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സംഭവം അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ GCCയിലും ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അതെങ്ങനെയാണ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹൈ ടിക്കറ്റ് ക്ലയൻസിൻ്റെ. അവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് കിട്ടുന്നത് ഒന്ന് റെഫറലാണ്. ഞാൻ കണ്ടിട്ടുള്ളത് നമുക്ക് റെഫറലാണ്, നമുക്ക് കിട്ടിയിട്ട് റെഫറലാണ്. പിന്നെ രണ്ടാമത്തത് എസ്പെഷ്യലി ഈ ലിങ്ക്ഡിനിലൊക്കെ ഡോക്യുമെന്റേഷൻസ്. ഇപ്പോൾ എൻ്റെ കമ്പനിയാണ്, എൻ്റെ ഒരു കോഫൗണ്ടറുണ്ട്, പുള്ളിയാണ് ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലിങ്ക്ഡിൻ വഴിയൊക്കെ ഒരുപാട് ലീഡുകൾ വരും. അപ്പോൾ അവരാണ് വന്നിട്ട് ഒക്കെ മേ ബി ഈ പ്രശ്നമുള്ള ഒരുപാട് ക്ലയൻ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഞാൻ ഈ പറഞ്ഞ ഒരു സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. അത് ഒരുപാട് പേരുണ്ട്. ഒരുപാട് ഇന്ന് DTC e-commerce ഒരുപാട് കൂടുതലായിട്ട് എന്തായിരിക്കും പ്രോബ്ലം വരുന്നത്? ഒപ്റ്റിമൈസേഷന്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കസ്റ്റമർ ഈ മെറ്റ കണ്ടുപിടിച്ച് സെയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്ക് അതിൽ നിന്നുള്ള റിപ്പീറ്റഡ് പർച്ചേസസ് ഒക്കെ മേ ബി ഒരു 10% താഴെയുള്ള റിപ്പീറ്റഡ് പർച്ചേസ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് വേണ്ടതാണ് അവർ ഈ ഒരു ബിസിനസ് ന്യൂ സെറ്റ് ഓഫ് ഓഡിയൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഈ അൽഗോരിതം കംപ്ലീറ്റ് ഓട്ടോമാറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാരൻസിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കിഡ്സ് റേഞ്ച് ഫ്രം ടോൾഡേഴ്സ് ടു 10 years വരെയുള്ള പാരൻസ്. ഈ പാരൻസിൻ്റെ ഈ ഒരു ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. മേ ബി അത് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 50 lakhs ഒക്കെ നമുക്ക് പെട്ടെന്ന് നടന്നു 4-5 ROIs കിട്ടി. അത് കഴിഞ്ഞ ഇതൊന്ന് ഡൗൺ. നമ്മളിപ്പോൾ ആ ഹീറോ പ്രോഡക്റ്റ് നമുക്ക് വർക്കായിക്കൊണ്ടിരുന്ന ഹീറോ പ്രോഡക്റ്റ് ചിലപ്പോൾ നമുക്കൊന്ന് ഡൗൺ ആവും, ROIs ഡൗൺ ആവും. അപ്പോൾ ആ സമയത്ത് എന്താണ് നമ്മൾ ഇതിനെ ഈ കംപ്ലീറ്റ് ബിസിനസ് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ഇതെന്താണ് അതിൻ്റെ മെട്രിക്സ് ഇതുപോലെയുള്ള KPIs എല്ലാം നോക്കിയിട്ട് ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതന്നെ. ഇപ്പോൾ നമുക്ക് ഓഫറിലാണോ പ്രശ്നം അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ആണോ മാറ്റേണ്ടത്, അത് ലാൻഡിംഗ് പേജസ് കാര്യങ്ങൾ CRO പിന്നെ സ്ട്രാറ്റജീസ് നോക്കിയിട്ട് ഇപ്പോൾ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഓഫർ ഇപ്പോൾ പ്രോഡക്റ്റ് ഓക്കെയാണ്, ലാൻഡിംഗ് പേജ് ഓക്കെയാണ്, നമ്മളുടെ ഈ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മളുടെ ഉള്ള പ്രശ്നം ഈ നമ്മളുടെ ബഡ്ജറ്റിങ്ങും സ്ട്രാറ്റജീസിലുമാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്താണ് നമ്മൾ ഈ പാരൻസിനെ ടാർഗറ്റ് ചെയ്യാൻ നമ്മൾ പല കൈൻഡ് ഓഫ് ഹൂക്സിലോട്ട് ഇറങ്ങാം. ഇത് വളരെ ഡെപ്ത് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു പാരൻസിനെ അവർ ഈ മെറ്റാ ആഡ്സിലൊക്കെ അവർ കാണുമ്പോൾ എന്താണ് കൂടുതലും ഒന്നുകിൽ ഇമോഷൻസ്, അല്ലെങ്കിൽ ആ പാരൻറ്റിങ് അവിടെ ഉള്ള ഇഷ്ടം, അല്ലെങ്കിൽ അവരുടെ ഒരു പിള്ളേർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള അങ്ങനെയുള്ള പല ഒരു ആംഗിൾസ് ഉണ്ടാവും ഇവർക്ക്. അപ്പോൾ ഓരോ ആംഗിൾസ് ബേസ്ഡ് ആയിട്ട് നമ്മളൊരു എന്താ പറയുക പുതിയ ക്രിയേറ്റീവ്സ് ബിൽഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 10 lakhs മന്ത്ലി ബഡ്ജറ്റ് ആഡ് സ്പെൻഡ് ഉള്ളവർക്ക് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ ഒരു മെറ്റ അൽഗോരിതം വെച്ചൊരു 40-50 ക്രിയേറ്റീവ് എങ്കിലും വേണം. അപ്പോൾ ആ 50 ക്രിയേറ്റീവ്സ് നമ്മൾ ഇതേപോലെ ഒരു പല ആംഗിൾസ് വെച്ചിട്ട് ഓരോ ആംഗിൾസിലും നമ്മളൊരു 4-5 ഇമോഷണൽ ആംഗിൾ, ഇപ്പോൾ അവരുടെ സർപ്രൈസ് ആംഗിൾ, ഇപ്പോൾ പാരന്റിങ് ബേസ്ഡ് ആണെങ്കിൽ പാരന്റിങ്ങിൻ്റെ ആംഗിൾ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കോണ്ടന്റ് ബിൽഡ് ചെയ്ത് ഇത് ടാർഗറ്റിങ്ങിലോട്ട് പുഷ് ചെയ്ത് പിന്നെ ആ വരുന്ന ടാർഗറ്റിങ് ആ ഒരു
ഇതിനെ എടുത്തിട്ട് മാക്സിമം റീടാർഗറ്റിംഗ് റീമാർക്കറ്റിംഗ് ഒക്കെ ചെയ്ത് ഈവൻ കാറ്റലോഗ് സൊല്യൂഷൻ കൊണ്ടുവരാനുള്ളത്. അങ്ങനെ നമ്മൾ അവരെ സെയിൽസ് 1 CR മേളിൽ അവരുടെ 50 ലാഖിലേക്ക് സ്റ്റക്ക് ആയി പോയവര് അല്ലെങ്കിൽ താഴേക്ക് പോകാൻ പോയവരെ വീണ്ടും തിരിച്ചു കയറ്റും. അതാണ് ഹൈ ടിക്കറ്റ് ക്ലയൻസുകളുടെ ആവശ്യം. അപ്പൊ അത് ചെയ്തു കൊടുക്കണമെങ്കിൽ അവര് സർവീസ് ആയിട്ട് അവർ പറയുന്ന ഒരു എമൗണ്ട് അത് അവർ തർക്കിക്കാൻ നിൽക്കില്ല. നമ്മളിതാണ് ചാർജ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡീസ് ഉള്ളവർ അവര് പിന്നെ ഇത് അത് പറഞ്ഞു വെച്ചാൽ സർവീസ് സൈഡിലുള്ള ഹൈ ടിക്കറ്റ്. ഇതിപ്പം സർവീസ് സൈഡ് എന്ന് വെച്ചാൽ ഇപ്പം മാർക്കറ്റിംഗിന്റെ സർവീസ് സൈഡ്. ഇപ്പം എനിക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം നിയർലി ഇപ്പം ഓൾറെഡി ഉള്ള വെബ്സൈറ്റ് ആയിരിക്കും, പക്ഷേ ഈസ് ഓഫ് യൂസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ CRM കണക്ടിവിറ്റിയോ ഇതൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൽ നിന്ന് ഷിഫ്റ്റ് മാറാൻ നോക്കും, മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവർക്ക് സെയിൽസ് ഫോഴ്സിന്റെ ഒക്കെ ഇ-കൊമേഴ്സ് സൊല്യൂഷൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല പേയ്മെന്റ് ആണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാരും ഷോപ്പിഫൈ പ്ലസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടും. അത് ഇത് അവർക്ക് വേണ്ടത് സെയിൽസിനകത്തുള്ള പ്രശ്നമൊന്നുമല്ല, അവർക്ക് വേണ്ടത് ആ ബാക്ക് എൻഡ് യൂസ് ചെയ്യാനും പിന്നെ ഏതെങ്കിലുമൊക്കെ CRM അവർ കണക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഡേറ്റയുടെ പ്രശ്നം വരുമ്പോൾ, അതായത് പ്രൈവസിയുടെ എന്തെങ്കിലും ഇഷ്യൂസ്, അതല്ലെങ്കിൽ സെർവറിന്റെ എന്തെങ്കിലും ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർ അതിനെ മാറാൻ നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ചെയ്യാറുണ്ട്. അത് ഷോപ്പിഫൈ പ്ലസിലൊക്കെ അത്യാവശ്യം സെയിൽസ് ഫോഴ്സിന്റെ ഒക്കെ 2-3 ഇത് ചെയ്തതാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഫോറിനേഴ്സ് ആണ് യൂസ് ചെയ്യുന്ന ക്ലയൻസ് അവരൊക്കെ ചെയ്തു. അതാണ് ഹൈ ടിക്കറ്റ് എത്തണമെങ്കിൽ മിക്കവരും തുടങ്ങിയിട്ട് ഇതൊക്കെ റെഫറൻസ് വഴിയേ വരുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുള്ളതും അവർക്ക് മനസ്സിലാവുന്നത്. ഹൈ ടിക്കറ്റ് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് റെഫറൻസും, രണ്ടാമത്തത് എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ളത്, രണ്ടാമത്തത് നമ്മൾ കേസ് സ്റ്റഡീസ് നമ്മൾ കൂടുതൽ പബ്ലിഷ് ചെയ്യും തോറും അവര് നമ്മളെ അപ്രോച്ച് ചെയ്യും. അവരെ കണ്ട് ഓക്കെ അവർ മേ ബി നമ്മളെ ഒരുപാട് നാളായിട്ട് ഫോളോ ചെയ്യപ്പെടുന്നുണ്ട്. അത് നമ്മളുടെ കേസ് സ്റ്റഡീസ് ഇപ്പോൾ ലിങ്ക്ഡിൻ, യൂട്യൂബ്, ഇൻസ്റ്റയിൽ വേണമെന്നില്ല. ഇൻസ്റ്റ ആ ഒരു ക്ലയൻസ് ചിലപ്പോൾ ഇൻസ്റ്റയിൽ കുറവായിരിക്കും, അങ്ങനെയുള്ള കുറവായിരിക്കും. ലിങ്ക്ഡിനും കൂടുതലും യൂട്യൂബാണ് അതിൻ്റെ ഒരു ഏരിയ. അപ്പോൾ അത് ഈ ബിഗിനേഴ്സിന് തുടങ്ങുന്നവർ ആദ്യമേ ഹൈ ടിക്കറ്റ് പോയി കഴിഞ്ഞാൽ മേ ബി അവരുടെ ആ ഒരു എന്താ പറയുക വർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഹൈ ടിക്കറ്റിലോട്ട് പോകും, വേറെ രീതിയിലേക്ക് മാറും. കാരണം നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്ലയന്റിന്റെ അടുത്തുള്ള റിയാക്ഷൻ അതാണ് ഞാൻ അടുത്ത അത് എങ്ങനെ നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഏജൻസി എടുക്കുകയാണെങ്കിലും ഒരു 100% ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ മീൻസ് അത് സാറ്റിസ്ഫാക്ഷൻ മീൻസ് ആ റിസൾട്ട് 100% എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് മേ ബി ഒരു 80% ഒക്കെ നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. 20% ക്ലയൻറ്റ് നമ്മളന്ന് ഓക്കെ അവർ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അബ്സന്റെ അഭിപ്രായത്തിൽ ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? മീൻസ് ഇതിലൂടെ പോയിട്ടുണ്ട്. കുറെ സ്ട്രെസ്ഫുൾ ആണ് അത്. ഒരു നെഗറ്റീവ് ക്ലയൻറ്റിനെ മാനേജ് ചെയ്യാൻ സ്ട്രെസ്ഫുൾ, അത്ര ഈസി അല്ല. പക്ഷേ നമുക്ക് ഈസി ആക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ തന്നെ പ്രിപ്പയർ ആവുക. അതായത് അവർക്ക് കൊടുക്കേണ്ട റിസൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അവരടുത്ത് നിന്ന് നമുക്ക് സ്വയം മാറാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചെയ്യാൻ തീരെ പറ്റിയിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് റിസ്ക് എടുത്തിട്ട്, ഞാൻ ചെയ്ത കാര്യങ്ങളാണ്, സെൽഫ് റിസ്ക് എടുത്തിട്ട് ഞാൻ റീഫണ്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് ഒരു 1 year അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ഫ്രീ ആക്കി കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന ആ ഒരു സ്ട്രെസ് എന്താണോ അല്ലെങ്കിൽ ആ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഇപ്പോൾ എനിക്കൂടെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഡിസൈനോ അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചെയ്യുന്നത്. ഒരു സ്റ്റാഫിനെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പെൻസ് ആവുമെന്നുണ്ടെങ്കിൽ ഞാൻ അധികം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പൻസേഷൻ റെസ്പോൺസിബിലിറ്റി നമ്മൾ പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഏതൊരു ഏജൻസി ആണെങ്കിലും നെഗറ്റിവിറ്റി എല്ലാ ക്ലയൻസ് ഇപ്പം എന്താണ് നമ്മളൊരു ഒരു നിഷിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫർണിച്ചർ നിഷിൽ ഫർണിച്ചർ DTC ഇ-കൊമേഴ്സ് ബ്രാൻഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഹൈ ടിക്കറ്റ് പ്രോഡക്ട്സ് ആയിരിക്കും അത്. അപ്പോൾ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആദ്യത്തെ സമയത്ത് എന്തായാലും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും. വൺസ് അത് വർക്കൗട്ട് ചെയ്ത് ഓക്കെ ഇന്ന രീതിയിൽ ഇന്ന സ്ട്രാറ്റജീസിൽ ഇത് വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അതേപോലത്തെ ഒരു വേറൊരു ക്ലയൻറ്റ് വന്നാൽ നമുക്ക് പിന്നെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി തന്നെ അത് പോകണം. അപ്പോൾ അത് ഇടയ്ക്ക് വെച്ച് മേ ബി ചില കാര്യങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ചില സമയത്ത് ക്ലയൻസ് മീൻസ് അവർക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിന് റിസൾട്ട് ഇല്ലെങ്കിൽ ഇപ്പം മീൻസ് നമ്മൾ പെയ്ഡ് ആഡ്സ് പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏരിയ ആണെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റൊക്കെ ഓക്കെ നമുക്ക് എങ്ങനെയെങ്കിലും അത് ബിൽഡ് ചെയ്ത് അത് വൺ ടൈം ആയിട്ട് നമുക്കത് ഇപ്പോൾ നമുക്കത് എന്താ പറയുക ഷോപ്പിഫൈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അവർ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് മീൻസ് ആ ഒരു ഡിസൈൻ പോലെ വന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീച്ചർ വന്നില്ല. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോട് കൂടി അതിനെ അങ്ങ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും.
ബട്ട് ഇതെന്ന് പറയുന്നത് അവരുടെ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് ആ സെയിൽ എടുക്കാനുള്ള ഒരു ജോലിയാണ്. ബഡ്ജറ്റ് അവിടെ സ്പെൻഡ് ആയി. അതെ, അപ്പോൾ അത് ഇപ്പോൾ ബഡ്ജറ്റ് സ്പെൻഡ് ആയി ഓരോ ദിവസം സ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് അത് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്ത് അവർക്ക് പറയും. അപ്പോൾ നിങ്ങളുടെ ഓഫറിലാണോ പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ലാൻഡിംഗ് പേജിലെ പ്രശ്നമാണോ, ഇനി അഥവാ പ്രോഡക്റ്റ് പ്രശ്നമാണോ, ഈ പ്രോഡക്റ്റിന് ഇന്ന ഒരു അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാക്സിമം അതിൻ്റെ ഒരു കാപ്പബിലിറ്റി കഴിഞ്ഞു. പിന്നെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന ക്രിയേറ്റീവ്സിലാണോ പ്രശ്നം, അപ്പോൾ ക്രിയേറ്റീവ് സജഷൻസ് ഒക്കെ മാക്സിമം കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ സജഷൻസ് കൊടുത്ത് അതിനെ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇത് സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷവും അത് വർക്കായില്ലെങ്കിൽ എന്തോ ഒരു എവിടെയാണ് പ്രശ്നം നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ക്ലയന്റിനോട് എങ്ങനെ എന്ത് പറയും നമ്മൾ? മാർക്കറ്റിംഗ് വർക്കായിട്ടില്ലെങ്കിൽ എങ്ങനെ പറയും? മാർക്കറ്റിംഗ് വർക്കായിട്ടില്ലെങ്കിൽ നമ്മളുടെ ഇത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഡ്മിറ്റ് ചെയ്തിട്ട് കോമ്പൻസേഷൻ നമുക്ക് ഫ്രീ സർവീസ് ആയിട്ട് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു ടീമിനുമായിട്ട് നമ്മൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വേറൊരു നമുക്ക് മീൻസ് നമ്മളൊരു ചെയ്യുന്ന സമയത്ത് ആ ടീമിന് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് അത് വർക്കാവുന്നില്ല. ചില ആളുകൾ സ്റ്റബോൺ ആയിട്ട് നിൽക്കും, ഞാൻ പ്രോഡക്റ്റ് മാറ്റത്തില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമുക്കൊന്നും പറയാനില്ല. ഈ പ്രോഡക്റ്റ് നമുക്ക് മേ ബി നിങ്ങൾ വേറെ ആളുകൾക്കും ട്രൈ ഔട്ട് ചെയ്യും. പ്രോഡക്റ്റ് വർക്കായില്ലെങ്കിൽ ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പുതിയൊരു ഏജൻസി വരുമ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ ഇതെന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ട് നമുക്കവിടെ അതിൻ്റെ സൊല്യൂഷൻസും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ടും നമുക്ക് അവർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഞാനൊക്കെ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും ഹയർ ആയിട്ടുള്ള വേറെ ഏജൻസീസ് ഉണ്ട്. നമ്മളുടെ ഓൺ എക്സ്പെൻസിൽ അവർക്ക് റിസൾട്ട് മതിയല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഞാൻ പറയാം എൻ്റെ ഒരു ടീമുണ്ട്, മീൻസ് അത് ടീം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഇതെല്ലാം കുറേ കൊളാബ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഏജൻസീസ് ആയിട്ട് ടൈപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവരുമായിട്ട് നല്ല മീൻസ് അത് അവരൊക്കെ ഹൈ മേ ബി ഒരു എന്താ പറയുക മന്ത്ലി തന്നെ വലിയൊരു ടേൺ ഓവറുള്ള ബ്രാൻഡ്സിൽ ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവരൊന്ന് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പെർട്സിനെ നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് ഇങ്ങോട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുവന്നിട്ട് ഇത് ഓഡിറ്റ് ചെയ്യും. ആദ്യം ഓഡിറ്റ് ചെയ്തിട്ട് അവർ പറയാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ പ്രശ്നമാണ് അവരും പറയണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയും ഇതാണ് പ്രശ്നം, ഇത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന കാര്യങ്ങളും ഇതിനകത്ത് മാറ്റിയേ പറ്റൂ, അല്ല അത് സോൾവ് ആവില്ല. ഇത് ഹ്യൂമൻസ് വാങ്ങുന്ന സാധനമല്ലേ. അപ്പോൾ അവിടെ ഒരു സാധനം മീൻസ് എക്സ്പെർട്ടായിട്ടുള്ള ആളത് പറയണത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. അവിടെ മാജിക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ, നെഗറ്റീവ് വരും. അതെ, അപ്പോൾ അത് ഈ വേറൊരു എക്സ്പെർട്ട് വന്നിട്ട് പറയാണ് ഇത് നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ അവർ പറയാണ് എങ്കിൽ നമ്മളുടെ അതിനുള്ള എക്സ്പെൻസ് കൊടുത്തിട്ട് അതൊന്ന് ചെയ്ത് തീർത്ത് കൊടുക്കുക. ആ ഒരു പ്രോജക്റ്റ് എന്ന കംപ്ലീഷൻസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് സക്സസ് ആവണം എന്ന് നിർബന്ധമില്ല. നമ്മളും ആ ക്ലയന്റുമായിട്ടുള്ള ഒരു ബോണ്ട് കാരണം അത് നെഗറ്റീവായിട്ട് ചെയ്യാതിരിക്കാനുള്ള ഇപ്പോൾ അവർ തീർത്തും നമുക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ റീഫണ്ട് കൊടുക്കില്ലേ. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു പൈസ പോണേലല്ല, നമുക്കൊരു എന്താ പറയുക ഒരു ഇതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തൊരു കാര്യം. നമ്മളൊരു അവരൊന്ന് വാങ്ങിച്ചിട്ട് റീഫണ്ട് ആയിട്ട് കൊടുക്കാന്ന്. റീഫണ്ടിന് പകരം അവർക്ക് റീഫണ്ട് കൊടുത്താൽ അവർ പുതിയൊരു ഏജൻസി എടുത്ത് പോകുമ്പോൾ അവർ ഒന്നേന്ന് തുടങ്ങണം. ആക്ച്വലി റീഫണ്ട് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് ഞാൻ ഇതില്ല, കാരണം നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്തു. അതെ, നമ്മളെ ടൈം സ്പെൻഡ് ചെയ്തു. അത് മാത്രമല്ല, റീഫണ്ട് കൊടുത്താലും ആ ക്ലയന്റിന് അത് ഉപകാരമില്ല. കാരണം അവർ പുതിയൊരു ഏജൻസി പോയ കഴിഞ്ഞാൽ ഏജൻസി ഒന്നേന്ന് പഠിക്കണം ഈ കാര്യം എന്താണെന്നുള്ളത് അവർ റൂട്ട് ചെയ്ത് പഠിക്കണം. ഇതിപ്പോൾ നമുക്ക് ഓൾറെഡി അവരുടെ കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോൾ നമുക്ക് വേണ്ടത് അവർക്ക് വേണ്ടതെന്നാണ് സെയിൽസ്. അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നമുക്കും അറിയണം എന്തുകൊണ്ട് അത് വർക്കായില്ല എന്നുള്ള ആ ജേണി നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ട് അത് വർക്കായില്ല എന്നുള്ളത് പറഞ്ഞാലേ നമുക്ക് നാളെ അതിൻ്റെ ഒരു വേറൊരു കാര്യം നമുക്ക് പഠിക്കാൻ പറ്റും. അതെ, അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് ഞാനൊക്കെ ചെയ്യുന്ന സൊല്യൂഷൻ അതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ റിസൾട്ട് ഓറിയന്റഡ് അല്ലാതെ കമ്മ്യൂണിക്കേഷൻ ലെവലിലൊക്കെ ഇതേപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ? ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നമുക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് പിന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അങ്ങനെ വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ അല്ലെ ഒരു ചോദിക്കുന്ന ഒരു കാര്യം നമുക്ക് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ റെസ്പോണ്ട് വരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് വരുന്നതും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഈ എസ്പെഷ്യലി പെയ്ഡ് ആഡ്സിൽ ആക്ച്വലി ഈ ഒരു മോഡലാണ് ഞാൻ അങ്ങനെ വേറെ ടീമിനെ കൊണ്ടുവന്നിട്ട് ആക്ച്വലി ഇത് ഓഡിറ്റ് ചെയ്യിപ്പിക്കും. ഓഡിറ്റ് ചെയ്ത് അവർ പറയാണ് ഇതിന് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ അതും ഒരു റിസ്ക് ഉണ്ട്. അപ്പം നമ്മൾ മേ ബി അവർക്ക് 1-2 മാസം കൊടുക്കേണ്ടി വരും ആ പുതിയൊരാൾ വന്നിട്ട് അതിനെ ഒന്ന് ചെയ്യാൻ വേണ്ടി. എന്നാലും കുഴപ്പമില്ല, നമ്മളെ സൈഡിൽ നിന്ന് അത് കൊടുത്ത് ആ ഒരു ക്ലയൻറ്റിനെ സാറ്റിസ്ഫാക്ഷൻ അവിടെ കൊണ്ടുവരുത്താന്നുള്ളതാണ് കാര്യം.
അപ്പം അങ്ങനെ ഈ ഒരു രീതിയിൽ അങ്ങനെ നമുക്ക് ഒരു ക്ലയൻറ്റിനെ, നെഗറ്റീവ് ക്ലയൻറ്റിനെ നമുക്ക് അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ട് എടുക്കാം. മീൻസ് അവരുടെ റിസൾട്ടാണ് നമ്മളുടെ മെയിൻ കാര്യം. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഏത് ക്ലയൻറ്റിനെ നമുക്ക് കൈകാര്യം ചെയ്യാം കേട്ടോ. അതായത് നമുക്ക് ഏത് ക്ലയൻ്റ് ആണെങ്കിലും പിന്നെ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇമോഷണൽ ഇത് യൂസ് ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കൊരു നല്ലൊരു പേയിങ് ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ളൊരു ക്ലയൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ ഓൾമോസ്റ്റ് പോയി, ഇങ്ങനെ പോയി നിൽക്കുന്ന അവസ്ഥയിൽ അപ്പോൾ അവർ പറഞ്ഞു ഇനി വേണ്ട. ഒരു ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പല പല ഇഷ്യൂസാണ്. ഇപ്പോൾ ടീമിൻ്റെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള അങ്ങനെ കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അവരുടെ ടൈമിംഗ് ഒക്കെ ഭയങ്കര ഡിഫറെൻറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എണീറ്റ് വരുമ്പോഴേക്കും അവിടെ വൈകുന്നേരമാവും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു എന്താ പറയുക, ലാസ്റ്റ് ഒരു ട്രൈ പോലെ ഇതുപോലെ ഒരു ഇമോഷണൽ മെസ്സേജൊക്കെ എന്ത് ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ട് അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചെയ്യാം. ഓരോരുത്തരുടെയും ഒരു റാപ്പോ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളങ്ങനെ വലിയ ഭയങ്കര വലിയ തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല ചില ആളുകൾക്ക് മനസ്സിലാവും. അതാണ് ഹൈ ടിക്കറ്റ് ക്ലയൻസിന്റെ കുറേ ഒക്കെ അഡ്വാൻറ്റേജ്. അവർക്ക് മനസ്സിലാവും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാവും. ഇത് മനസ്സിലാവാത്ത എന്ന് പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുക, ഒരു നമ്മൾ പൈസ ഇട്ട് തിരിച്ച് 10 ഇരട്ടി തിരിച്ചെടുക്കുക എന്നുള്ള കുറേ ക്ലയൻസുകളുണ്ട്. അവർക്ക് ഇത് കാര്യം പറയുമ്പോഴാണ് അവർക്കിത് മനസ്സിലാവില്ല. അവരിത് ഓക്കെ നമുക്ക് വേറെ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഉള്ള രീതിയിൽ ഇത് ചെയ്ത് നമുക്ക് ആ റിസൾട്ട്സ് കിട്ടണം എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പെർഫോമൻസ് മാർക്കറ്റിൻ്റെ മാത്രം ജോലിയല്ല അത്. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ബാക്ക് തൊട്ടേ തുടങ്ങും. ഇവരെ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത ആൾ, ഇവരെ ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്ത ആൾ, ക്രിയേറ്റീവ് ഡിസൈൻ ചെയ്ത ആൾ, ബാക്കി അതിനെല്ലാം വെച്ചിട്ടുള്ള സ്ട്രാറ്റജി ബേസ് ചെയ്യുന്ന മാത്രമാണ് പെർഫോമൻസ് മാർക്കറ്റർ. പക്ഷേ അവസാനം കുറ്റം വരുന്നത് ഇവർക്ക് മാത്രമാണ്. പെർഫോമൻസ് മാർക്കറ്റർ ചെയ്തിട്ടാണ് അത് വന്നില്ല എന്നുള്ള ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ജോലിയും ഈ പെർഫോമൻസ് മാർക്കറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇവർക്കാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഇത് വരുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ക്രിയേറ്റീവ് ഒരു 50 ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ അതിൽ ഒരു 10 ക്രിയേറ്റീവ് ആയിരിക്കും നമുക്ക് വർക്കാവുന്നത്. ഇപ്പോൾ 40 ക്രിയേറ്റീവ് ചെയ്താൽ അതിന് കാശ് കൊടുക്കാതിരിക്കും, ഇല്ല അത് കൊടുത്തല്ലേ പറ്റും. അതെ. അപ്പോൾ അങ്ങനെ അതാണ് ഒരു സിറ്റുവേഷൻ. പെർഫോമൻസ് മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു സിനാരിയോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ടീം ആയിരിക്കത്തില്ല ഇവരെ ഫേസ് ചെയ്യുന്നത്. ക്ലയന്റിനെ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നത് ടീം ലീഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആരാണോ അവരുമായിട്ട് അപ്രോച്ച് ചെയ്യുന്ന നിൽക്കുന്ന ആരാണോ, ബിറ്റ്വീൻ നിൽക്കുന്ന ആരാണോ അവരായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. നത്തിങ് പേഴ്സണലായിട്ടൊന്നും എടുക്കാൻ പാടില്ല. പേഴ്സണലായിട്ട് ഒന്നും ഇതില്ല, ജസ്റ്റ് ഇത് എല്ലാം ബിസിനസ്സാണ്. അപ്പോൾ വർക്കായില്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? ഇപ്പം നമുക്ക് ചാറ്റ് GPT യൂസ് ചെയ്തിട്ട് ഇമോഷണൽ മെസ്സേജ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ സിറ്റുവേഷൻ ഇതാണ്, ആ ക്ലയന്റിന്റെ സിറ്റുവേഷൻ ഇതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് ഒക്കെ കിട്ടും. എടുത്ത് അതേപോലെ കൊടുക്കാന്നല്ല, കുറച്ച് ഐഡിയാസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. എൻ്റെ ക്ലയൻസിലൊന്നും ഇമോഷണലൊന്നും വർക്കായില്ല. ആക്ച്വലി ഇങ്ങനെയൊക്കെ നിന്നവരൊക്കെ നമ്മൾ അത്യാവശ്യം ഏറെക്കുറെ ഒരു 90% മേളിൽ നമ്മളത് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് സൊല്യൂഷൻ കൊടുക്കും. സൊല്യൂഷൻ കൊടുക്കുന്നതും കമ്മ്യൂണിക്കേഷനിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതും തമ്മിൽ ഡിഫറെന്റ് ഉണ്ട്. സൊല്യൂഷൻ കൊടുത്താലും അവർ പറയും ഓക്കെ നിങ്ങളായിട്ട് ഇനി നമുക്ക് വേണ്ടെന്ന്. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമോഷൻ. അല്ല അത് മിക്കവർക്കും കുറേ അവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ചെയ്ത വർക്ക് എന്താണെന്നുള്ളത്, നമ്മളെടുത്ത എഫേർട്ട് ഉണ്ടാകുന്ന അവർക്ക് അത് മനസ്സിലാവുന്ന ഇനി അടുത്തൊരാഴ്ച പോകുമ്പോഴാണ്. അതെ അവർക്ക് അപ്പോഴും അവർക്ക് മനസ്സിലാവും ഇത് ഇവർ പറഞ്ഞ കാര്യമാണ്, നമ്മൾ അന്നേ പ്രോഡക്റ്റ് മാറ്റേണ്ടായിരുന്നു, അത് എന്താണ് അടുത്ത 2 മാസം കൂടെ കഴിഞ്ഞ് കുറെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോഴേക്കും അവർ മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർ വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് കുറേ പേര്. അപ്പോൾ അങ്ങനെ അത് കുഴപ്പമില്ല, അത് നമ്മൾ പാർട്ട് ഓഫ് ദ ബിസിനസ്സാണ്, അത് ഇതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത് മിക്കവാറും നമുക്ക് ചോദിക്കുന്ന ഒരു ഡൗട്ട്സ് എന്ന് വെച്ചാൽ ഈ ക്ലയൻറ്റുമായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ ഒരു ജേണിയിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ നല്ലൊരു ക്ലയൻറ്റ് ഇപ്പം മേ ബി അതൊരു ഔട്ട്സൈഡ് കേരള ഉള്ള ക്ലയൻറ്റ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള ക്ലയൻറ്റ്, അത് അവരുടെ അടുത്തൊക്കെ നമ്മൾ പിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓക്കെ നമുക്ക് ലിങ്ക്ഡിൻ വഴിയോ അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും നമ്മളെ ഒരു പ്ലാറ്റ്ഫോം വഴിയോ നമ്മൾ അപ്രോച്ച് ചെയ്ത ക്ലയൻറ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മിക്കവർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ എനിക്കൊക്കെ ആദ്യം ഭയങ്കര രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമായിരുന്നു. ഇപ്പോൾ എസ്പെഷ്യലി നമ്മൾ US ക്ലയൻറ്റ് നമ്മളെടുത്ത് വരെയാണ്, അപ്പോൾ അവർ പറയുന്നത് അതുപോലെ നമുക്ക് മനസ്സിലാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുമായിട്ടൊന്ന് എന്തായാലും നമുക്കൊരു ആദ്യത്തെ 2-3 മീറ്റിങ്സ് നമുക്ക് ഈ ലൈവ് മീറ്റിംഗ് പോയേ പറ്റൂ, മീൻസ് കോൾ മീറ്റിങ്സ് പോയേ പറ്റൂ, അറ്റ്ലീസ്റ്റ് ഫേസ് ടു ഫേസ് മീറ്റിംഗ് പോയേ പറ്റൂ. ബാക്കിയൊക്കെ നമുക്ക് ചാറ്റുമായിട്ടും സ്ലാക്ക് വഴിയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വയ്ക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് അഫ്സലിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അത് എൻ്റെ അടുത്ത് വരുന്നവർ കൂടുതൽ പേർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാത്തവരാണ്.
അതായത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ അല്ല അത് അവയർനെസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ. കമ്മ്യൂണിക്കേഷൻ പിന്നെ നമുക്ക് മലയാളീസ് നമ്മുടെ ഒരു 75% മലയാളീസ് തന്നെ. അപ്പോൾ അവരുടെ അടുത്തെന്ന് വെച്ചാൽ നോർമൽ ടോക്കിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതർ സൈഡ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല ഇംഗ്ലീഷിൽ. ഓക്കെ. അല്ല മേ ബി നമുക്ക് സംസാരിക്കാം, മേ ബി ഒരു ഇന്ത്യൻ ക്ലയൻറ്റിനോടൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരിക്കും. മേ ബി ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഒരു കുറച്ചുകൂടെ ഇപ്പം ഞാൻ നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ളടത്തൊക്കെ പറയുന്നത് നിങ്ങൾ മേ ബി നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ, ഓക്കെ മലയാളികൾ മാത്രമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാലേ നല്ലൊരു ഡീൽസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് മേ ബി ഞാൻ മിക്കയിടത്തും പറയുന്ന മേ ബി അതൊക്കെ ഇനിഷ്യൽ ടൈമിൽ ഇപ്പോൾ ഞാൻ 2016 ടൈമിൽ ഫസ്റ്റ് ഒരു US ക്ലയൻറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഭയങ്കര പതറിപ്പോയി. കാരണം എക്സൈറ്റഡും ആയിരുന്നു. ബട്ട് അവരുമായിട്ട് അവർ ഇപ്പോൾ എപ്പോഴും എല്ലാ കാര്യത്തിനും അവർ മീറ്റിംഗ് വിളിക്കും, മീൻസ് ഫേസ് ടു ഫേസ് മീറ്റിംഗ് വിളിക്കും. അപ്പോൾ അത് മിക്കവാറും ലൈറ്റ് നൈറ്റ് മീറ്റിംഗ്സ് ആയിരിക്കും. അപ്പോൾ അത് അവരുമായിട്ട് സംസാരിക്കാൻ തന്നെ മീൻസ് അവർ പറയുന്നത് തന്നെ അവരൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആക്സെൻ്റ് ആണ്. അവരൊരു ഈ എന്താ പറയുക ഈ ഒരു കാലിഫോർണിയ ആ സൈഡിലൊക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ഒരു അവരുടെ ഇംഗ്ലീഷ് തന്നെ അവർ പറയുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണെങ്കിൽ ആക്സെൻ്റ് എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടൊരു ആക്സെൻ്റ് ആണ്. കാരണം അത് ഒരു ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത ആളുകളാണ്, വേറെ ഒരു കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് US മൈഗ്രേറ്റ് ചെയ്തൊക്കെ ആളുകളാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഇപ്പം മേ ബി അതാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പിന്നെ ഒബിയസ്ലി എനിക്ക് 2-3 ടൈപ്പ് ഓഫ് റീജിയനിൽ നിന്നുണ്ട്. അതിലെനിക്ക് പിന്നെ തീരെ പറ്റാതെ അറബ്സുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിന് പിന്നെ അവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഇപ്പം US നിന്നാണെങ്കിലും മോസ്റ്റ്ലി എനിക്ക് ക്ലയൻ്റ് ഉള്ളത് US പിന്നെ ഓസ്ട്രേലിയയാണ്. ഇവിടെ നിന്ന് രണ്ടാണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ല ഇത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടൊരാളില്ല, ഞാൻ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ കമ്മ്യൂണിക്കേഷൻ എൻ്റെ ടീമായിട്ട് എൻ്റെ ടീമുമായിട്ട് ഇവർ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് കുറവാണ് അവർക്ക്. പിന്നെ രണ്ടാമത് നമുക്ക് എന്താ പറയുക, ഞാൻ കേട്ടിട്ട് അതിനെ ഒരു സമ്മറി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ ഒരു ടീമിലുള്ള ഒരാൾ ഇവരുമായിട്ട് സംസാരിക്കുന്നത് ഒട്ടും ടീമുമായിട്ട് കാരണം വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരു ഡിസ്റെസ്പെക്റ്റ് ഒക്കെ വരാം. ഇപ്പം ഞാൻ പറയുന്ന പോലെ ഒരു പൊളൈറ്റ് ലെവലിലായിരിക്കത്തില്ല അവർ ഇത് ചെയ്യുന്നത്. അപ്പം അത് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ഞാനൊക്കെ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആദ്യത്തെ ഈ ലിസണിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിപ്പോൾ ഇന്നൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നത് വേണമെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. അപ്പോൾ അങ്ങനെ കുറേ ലിസണിങ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ അജു പറയുന്നതാണ് കറക്റ്റ്. കാരണം എനിക്ക് ആ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ പലരും എനിക്ക് പകരം ഒരാളെ ചെയ്യാൻ ഞാൻ പറയാന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. അല്ല നമ്മളിപ്പോൾ എത്രയൊക്കെ നമ്മൾ മാറ്റിയാലും ഇപ്പോൾ ഞാനൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആക്സെൻറ്റ് നമ്മളെ വിട്ടുപോകില്ല. അതുകൊണ്ട് അത് മാറത്തില്ല. ഇനി അതിനെ നമ്മൾ ഫേക്ക് ചെയ്ത് സംസാരിക്കാനേ പറ്റും. അപ്പോൾ അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഇപ്പം അവരെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ അത് ഇതിനകത്തുള്ള മിക്കവർക്കുള്ള ഒരു ധാരണയാണ്. ഇപ്പോൾ ഇവരുമായിട്ട് ആ ഒരു US ആക്സെൻറ്റിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആക്സെൻറ്റിലൊക്കെ സംസാരിച്ചാലേ ഇവർ കൺവിൻസ്. അങ്ങനെയല്ല, അവർ വരുന്നത് നമ്മളെ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയൊന്നുമില്ല, നമ്മളുടെ സർവീസ് അതിനാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളിൽ ആ നോളജ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് അവർ കൺവിൻസ്ഡ് ആവും നമുക്ക് അതിൻ്റെ കേസ് സ്റ്റഡി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. രണ്ടാമത്തെ കാര്യം ഇത് ഓക്കെ ഇവർ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആവണമെങ്കിൽ നമുക്ക് ആ ലിസണിങ് ഒരു ഇത് വേണം. നമുക്ക് എക്സാക്ട്ലി ലിസണിങ് ആയിട്ടുള്ള ഒരു സ്കില്ല് നമുക്ക് വേണം. അപ്പോൾ അതിന് ഞാൻ പറയുന്നത് ഇന്നത്തെ കുറേ വെബ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആ ഒരു ആക്സെൻറ്റിലൊക്കെ ഉള്ള ആ ജോണറിലൊക്കെ ഉള്ള ഏരിയയിലൊക്കെ ഉള്ള നമുക്ക് വെബ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറേ ലിസണിങ് സ്കിൽസ് നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാം, നമുക്കത് സംസാരിക്കാം. ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ സീരീസ് അല്ല, അത് മൂവിയാണ്. പിന്നെ ടോം ഹാങ്ക്സിൻ്റെ ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സിനിമ ഒത്തിരി റിപ്പീറ്റഡ് വാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല അതിനകത്ത് എന്താ ഉള്ളത്, പക്ഷെ അതെനിക്ക് ഒത്തിരി ഇത് തന്നിട്ടുണ്ട്. അങ്ങനെ കുറേ ആ ഫിലിം മൊത്തത്തിലൊരു ഇൻസ്പിറേഷനാണ്. അല്ല ഞാൻ ഇത് ടോപ്പിക്ക് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇതേ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഈവൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഫ്രീലാൻസിങ് ചെയ്യുന്നവർ തന്നെ ഞാൻ അവരടുത്ത് പറയും, അവരടുത്ത് ഞാൻ ചോദിക്കും ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര രൂപയുടെ മീൻസ് ഒരു ക്യാമ്പയിൻ ഈവൻ ഇ-കോമേഴ്സ് ക്യാമ്പയിൻസ് പോലും എടുക്കുന്നത് ഓരോരുത്തർ 15,000 രൂപയ്ക്കൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇത്രയും കുറച്ചെടുക്കുന്നത്? അത് എവിടത്തുള്ള ക്ലയൻ്റാണ്, അത് നമ്മൾ ഇവിടെയൊക്കെ ഉള്ള ക്ലയൻറ്റ്. ഞാൻ ഇവിടെ അതെന്ത് നിങ്ങൾ അങ്ങ് പുറത്തോട്ട് പോകാത്തത്? ഇപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ചെറിയ ക്ലയൻറ്റിനായാലും ആ ക്ലയൻറ്റിനായാലും ചെയ്യുന്ന ജോലി ഒന്നാണ്.
ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ അവർ സ്പെൻഡൊക്കെ 15,000 രൂപ ക്ലയൻറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്പെൻഡ് കുറവായിരിക്കും. ലാംഗ്വേജ് ബാരിയർ ആണ്. അപ്പോൾ അവർ പറയുന്ന അവസാനം അവർ പറയുന്നത് ചേട്ടാ അത് അങ്ങോട്ട് പോകുമ്പോഴേ അത് നമുക്ക് ലാംഗ്വേജ് ഒക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നും ഇരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ് പിടിച്ച് നിൽക്കണം. നിങ്ങൾ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. നമുക്ക് ആ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തലയിൽ വരുന്നില്ല. അതെ, അത് ബിൽഡ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. നിങ്ങൾ എങ്ങനെയാണോ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഈ സ്കില്ല് ബിൽഡ് ചെയ്യുന്നത് അതേപോലെ ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അത് ലിസണിങ് സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് സ്കില്ലും നിങ്ങൾ ബിൽഡ് ചെയ്യണം. ലിസണിങ് നിങ്ങൾ പല കാര്യങ്ങളും ലിസൺ ചെയ്യാം. ഈവൻ ഇപ്പോൾ അവർ ചെയ്യുന്ന യൂട്യൂബ് കോഴ്സസ് കാര്യങ്ങൾ ഇതെല്ലാം ഇംഗ്ലീഷാണ്. അപ്പോൾ അതൊക്കെ ലിസണിങ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ മനസ്സിലാവും. അത് എങ്ങനെയാണ് അവർ സംസാരിക്കുക, ഈ ടേംസിൻ്റെ പ്രൊനൗൺസിയേഷൻസ് എങ്ങനെ, അതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. കണ്ടന്റ് റൈറ്റിംഗിലും നമുക്ക് കുറച്ചുകൂടെ ലാംഗ്വേജ് കിട്ടും. അതെ, ലാംഗ്വേജ് അതിലും നമുക്ക് ആഡ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലൊരു ലാംഗ്വേജ് കിട്ടും. അതെ, അതും അങ്ങനെ ബിൽഡ് ചെയ്യാം. അത് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം നമ്മൾ. അത് ആദ്യം നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങണം. ഔട്ട്സൈഡ് കേരള പോകണം. അവിടെ നിന്നുള്ള നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവർക്കും അറിയില്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അവർക്കും അറിയില്ല. ധൈര്യമായിട്ട് പോയി സംസാരിക്കുക. അത് ഇല്ലെങ്കിൽ ഇപ്പോൾ കുറവാണെങ്കിൽ അതിൽ വർക്ക് ചെയ്യണം അല്ലേ? അതെ, നമുക്ക് അതിനകത്ത് എന്തെങ്കിലും നമുക്ക് സ്കില്ല് കുറവാണെങ്കിൽ അതിൽ വർക്ക് ചെയ്ത് ബെറ്റർ ആക്കണം. നമ്മള് ഇംഗ്ലീഷിൽ അത്ര പുറകോട്ടൊന്നുമല്ല. നമ്മുടെ സ്കൂളിലൊക്കെ നല്ലപോലെ ഇംഗ്ലീഷ് പഠിച്ചു. അല്ല, അതാണ് ആ ഒരു പേടിയാണ്, ആ ഒരു കംഫർട്ട് സോൺ. എത്ര കൺട്രീസ് ഉണ്ട് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത. ഇപ്പോൾ ഞാൻ ഒരു കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ഏജൻസി ഓണർ എൻ്റെ അടുത്ത് വന്നപ്പോഴും ആൾ പറയുന്ന ഇതാണ്. ഇപ്പം ഇവിടെയുള്ള ക്ലയൻസ് നമുക്ക് എല്ലാം കുറഞ്ഞ മീൻസ് എല്ലാം ഒരു ലോ പേയിങ് ആയിട്ടുള്ള ക്ലയൻസ് ആണ്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടത് നിങ്ങൾ ഇതിലോട്ട് പോകുന്നില്ല, ഈ ഒരു വേറെ ഔട്ട്സൈഡ് നമ്മളെ നെറ്റ്വർക്കിൽ നിന്ന് മീൻസ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ എത്രയോ ക്ലയൻസുകളുണ്ട്. ഇപ്പം അത് ഒരു വലിയ ടീമൊക്കെ ഉള്ള ഒരു ഏജൻസി ഓണറാണ് അന്ന് സംസാരിച്ചത്. അപ്പോൾ ആൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു കംഫർട്ട് സോണാണ് അങ്ങനെ പിടിച്ച് നിർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് മൂവ് ചെയ്ത് മാറണമെങ്കിൽ എൻ്റെ അഭിപ്രായം അത് പുറത്തോട്ട് പോവുക. പുറത്തോട്ട് പോയി ഇവിടെ ഇന്ത്യയിൽ തന്നെ എത്രയോ തൗസൻഡ്സ് അല്ലെ 10,000 ലാക്സ് മേ ബി ലാക്സ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അത്രയും എക്സ്പെർട്സുകൾ അത്രയും നിഷകളുണ്ട്. ഈവൻ അത് പുറത്തു പോവുകയാണെങ്കിൽ ഈവൻ എത്ര ഒരു ലാക്സും അല്ല, അത്രയും മില്യൺസ് ഓഫ് ക്ലയൻസ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ലാംഗ്വേജ് മാത്രം ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ലാംഗ്വേജ് അല്ല, നോളജ് വേണം. നോളജ് ഉണ്ടായിരുന്നവർ ഈ കമ്മ്യൂണിറ്റി വിട്ട് പുറത്ത് പോയി ക്ലയൻസിനെ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ കവർ ചെയ്തു. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അഫ്സലിനോട് അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഓക്കെ, അഫ്സൽ ഇപ്പോൾ ഇന്നൊരു വളരെ സസ്റ്റൈനബിൾ ആയിട്ടൊരു ഏജൻസി നടത്തിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ റവന്യൂ ഉണ്ട്, മീൻസ് നല്ലൊരു ലിവിങ് അഫ്സൽ ഇന്ന് മുന്നോട്ട് പോവുകയാണല്ലോ. ഓക്കെ, ഇത് അഫ്സൽ ഇപ്പോൾ ഇത്രയും ഒരു വർഷത്തെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിലാണ് അഫ്സൽ ഇത് ബിൽഡ് ചെയ്തെടുത്തത്. ഓക്കെ, ഇന്ന് ഇപ്പോൾ നിൽക്കുമ്പോൾ അഫ്സലിലുള്ള കംപ്ലീറ്റ് കോണ്ടാക്ട്സ്, കംപ്ലീറ്റ് മണി, ഇത് എന്താ പറയുക ഇതുവരെയുള്ള എല്ലാ അഫ്സലിൽ ഇപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് പോവുകയാണെന്ന് വയ്ക്കുക. അഫ്സലിലുള്ളത് ഈ ഒരു മൈൻഡ് സെറ്റ് മാത്രമാണുള്ളത്, ഇപ്പോൾ ഉള്ള മൈൻഡ് സെറ്റ്. ഓക്കെ, ഇപ്പോൾ അഫ്സലിനെ അത് തിരിച്ച് മീൻസ് ആ മൈൻഡ് സെറ്റ് മാത്രം വെച്ച് എത്ര സമയം കൊണ്ട് അഫ്സലിന് ഇന്നത്തെ പൊസിഷനിൽ എത്താൻ പറ്റും? എനിക്കൊരു 6 months മതി. 6 months മതി. ഞാൻ ഏറ്റവും അടുത്ത് തന്നെ എന്തെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറും. ഓക്കെ, അവർക്ക് പിന്നെ എത്തിച്ചു കൊടുക്കാൻ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അത് സെല് ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടും. സാലറി അല്ല, പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും ബിൽഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫ്രീഡം ഓഫ് ലൊക്കേഷനും അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇതിന്റെ ഒരു പാർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ നമുക്ക് ഇനി ആർക്കും എടുത്തോണ്ട് പോകാനും പറ്റില്ല. ബ്രെയിൻ ഡെത്ത് എന്നല്ലേ ഉള്ളതില്ല, നമുക്ക് പിന്നെ ഒരു പേടിക്കേണ്ട കാര്യമുള്ളൂ. അതിന്റെ ഇപ്പുറം എന്ത് സംഭവിച്ചാലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും വെച്ചിട്ട്. അതിൽ കോൺഫിഡൻ്റ് ആണ്. ലാപ്ടോപ്പ് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും വേണ്ട. കോണ്ടാക്ട്സ് പോയതോ സ്റ്റാഫ് ഒന്നും പ്രശ്നമല്ല. നമ്മളെല്ലാം വീണ്ടും പരിപാടി തുടങ്ങി. എത്ര ടൈം മതി? ഈവൻ നമുക്ക് ആഡ് സ്പെൻഡിന് പോലും പൈസ വേണ്ട. ആ ലെവലിൽ നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ബിൽഡ് ചെയ്തെടുക്കാം. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. ആ സ്കില്ല് പഠിക്കുക എന്നുള്ളത് അതാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഒരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് കിട്ടും, വഴിയെ നമുക്ക് കിട്ടും എവിടെയാണ് ഇതിന്റെ ഒരു പോയിന്റ് എന്നുള്ളത്. നിങ്ങളും ഈ ഒരു ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസ് നേടുക. ഓക്കെ, ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താണോ നമുക്ക്
നമ്മുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടെന്നുള്ള പർപ്പസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഒരു സ്നൈപ്പർ ടാർഗറ്റായിട്ട് നമ്മളൊരു ഏരിയ ഫോക്കസ് ചെയ്ത് അതിൽ കൂടുതൽ ഡെപ്തായിട്ട് നമ്മൾ വർക്ക് ചെയ്യുക. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വേൾഡിൽ തന്നെ ഒരു 10 പ്രൊഫഷണൽസ് എടുത്തു കഴിഞ്ഞാൽ 1 ഓഫ് ദ 10 നമ്മളായിരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ലിവിങ് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡഡായി വരും. അതിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഞാൻ പെർഫോമൻസ് മാർക്കറ്റ് പറഞ്ഞു, ഇപ്പോൾ അഫ്സൽ പറഞ്ഞ കോണ്ടന്റ്, ഇതെല്ലാം മിക്സ്ഡ് ആണ്. മീൻസ് നമ്മളത് ഡിഫറെൻറ്റ് നെയിം ഇട്ട് പറയുന്നതേ ഉള്ളൂ. ഇന്നിപ്പോൾ നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്, കുറേ അനലറ്റിക്സ് ആണെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഈ ടൂൾസ് ഉപയോഗിക്കാൻ പഠിക്കുന്നത് തന്നെ നമുക്ക് എന്താ പറയുക മനസ്സിലാവും എങ്ങനെ വർക്ക് ചെയ്യണം, അത് അല്ലെങ്കിൽ അവരെന്താ തരുന്നത്, അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഒരുപാടൊന്നും നമ്മൾ പോകണ്ട, ഈ ടൂൾസ് പഠിക്കാൻ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്തായാലും ഒരുപാട് സമയമായി, നമുക്ക് ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാം, ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും അഫ്സൽ താങ്ക് യു. നമ്മൾ ഒത്തിരി സംസാരിച്ചതിൻ്റെ ടൈം വൈൻഡപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടില്ല ഇതുവരെ, അപ്പം ഞാൻ ഇനി അത് പറയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അഫ്സലിന് ഒരു ചാനലുണ്ട്, അഫ്സലിൻ്റെ ചാനൽ ട്യൂട്ടോറിയൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഷോപ്പിഫൈ റിലേറ്റഡ് ഓക്കെ അഫ്സലിൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഒരുപാട് ട്യൂട്ടോറിയൽസും കാര്യങ്ങളുണ്ട്. നിങ്ങൾ കംപ്ലീറ്റ് ബിഗിനർ ടു ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ അഫ്സൽ ഒരു ഷോപ്പിഫൈ പ്ലസ് ഡെവലപ്പറൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹൈ എൻഡ് ആയിട്ടുള്ള ഷോപ്പിഫൈ സൈറ്റ്സ് അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അഫ്സലുമായിട്ട് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇനിയും കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.